പേജ് ഓപ്പൺ ആകും. ഇത് നമുക്ക് ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കുമ്പോൾ ബ്ലാങ്ക് പേജ് ആയിരിക്കും. അതിൽ ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പേജ് ഇതിലോട്ടാണ് പോവുക. അത് സേവനദാതാവ് ആരാണ്? ഹരിതകർമ്മസേനയാണെങ്കിൽ ഹരിതകർമ്മസേന എന്നുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വരും. ആ വാർഡുകളിൽ ഏത് വാർഡിലാണോ നമ്മൾ ചെയ്യുന്ന ആ വാർഡിൽ ഏതാണോ HKS അല്ലെങ്കിൽ ആരാണോ സർവീസ് വർക്കർ അവരെ പേര് അതിൽ വരും. പിന്നെ ഏത് വാർഡാണെന്നുള്ളതാണ് ആ വാർഡ് സെലക്ട് ചെയ്യുക. പിന്നെ സ്റ്റോക്കിൻ തരത്തിൽ 3 വരുന്നത്. വേർതിരിച്ചത്, വേർതിരിക്കാത്തത്, അതുപോലെ നിരസിച്ചത്, റിജക്ട് ചെയ്തത്, ഇങ്ങനെ 3 ഓപ്ഷൻ ആയിരിക്കും ഇതിൽ കാണിക്കുക. പിന്നെ പരാമർശം നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കാണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ ഇനം ചേർക്കുക. ആഡ് ഐറ്റം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനം ചേർക്കുക. നമ്മൾ ഐറ്റം ഏത് ഐറ്റം ആണ് നമ്മൾ സ്റ്റോക്കിനായിട്ട് അതിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കണം, നമ്മളിപ്പോ സ്റ്റോക്കിൻ തരം വേർതിരിക്കാത്തത് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, വേർതിരിച്ചത് അല്ലെങ്കിൽ സെഗ്രിഗേഷൻ ചെയ്ത ഡീറ്റെയിൽസ് ആണ് കൊടുത്തതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകുമ്പോൾ ഈ ഒരു രീതിയിലാണ് കാണിക്കുക. ഏതാണ് ആ ഐറ്റം, അതിന്റെ സബ് കാറ്റഗറി. ഇപ്പൊ പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്, ഇപ്പോൾ ഇനം അതായത് സബ് കാറ്റഗറി ഏതാണ്. ഇപ്പോൾ ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്, അങ്ങനെ ഓരോ ടൈപ്പ് പ്ലാസ്റ്റിക്കുകൾ ഉണ്ട്. ഇപ്പൊ ഗ്ലാസ് മാലിന്യാണെങ്കിൽ ഇപ്പൊ ബിയർ ബോട്ടിലാണോ അങ്ങനെ ഏതാണോ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ വരും. നമ്മൾ വേർതിരിച്ചതെന്ന് കൊടുത്തതാണെങ്കിൽ, അത് സെഗ്രിഗേഷൻ ചെയ്തതെന്ന് കൊടുത്ത് വേർതിരിച്ചെന്നുള്ള ഓപ്ഷൻ കൊടുത്തതാണെങ്കിൽ ഈ ഒരു പേജാണ് ഓപ്പൺ ആകുക. ഇനത്തിന്റെ പേര് പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്, സബ് കാറ്റഗറി എന്താണ് അതിൽ വരുന്ന സബ് കാറ്റഗറി. അതിൽ ഹാർഡ് പ്ലാസ്റ്റിക് നമുക്ക് ഒരുപാട് ലിസ്റ്റ് ഔട്ട് അതിൽ ചെയ്യും. അതിൽ ഏതാണ് പ്ലാസ്റ്റിക് എന്നുള്ളത് കൊടുക്കുക. എത്ര കിലോ, ഞാൻ എത്ര കിലോ ആണ് നമ്മൾ സ്റ്റോക്കിംഗ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചേർക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ കാണുക. പ്ലാസ്റ്റിക് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്, അതുപോലെ മദ്യക്കുപ്പി, LD1, ഇങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഔട്ട് ഓട്ടോമാറ്റിക് അതിൽ തന്നെ ചെയ്യും. അപ്പൊ അതിൽ ഏതാണോ സെഗ്രിഗേഷൻ ചെയ്ത ലിസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യുക. അത് എത്ര കിലോ ഉണ്ടെന്നുള്ളത് കൊടുക്കുക. ആഡ് ചേർക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പേജിലേക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത ആ ഫസ്റ്റ് പേജിലോട്ടാണ് വരിക. അപ്പൊ അതിൽ ഇങ്ങനെ കാണാം, എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഈ രീതിയിലാകും നമ്മൾ ആഡ് കൊടുത്താൽ വരിക. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ മാറ്റം വരുത്താം. ഇനി ആ ഒരു ഡീറ്റെയിൽസ് ഡിലീറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിലീറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സേവ് ചെയ്യാം. അപ്പോൾ ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ഓപ്ഷൻസ് കാണിക്കും. സ്റ്റോക്കിൻ, സ്റ്റോക്ക് ട്രാൻസ്ഫർ, അതുപോലെ വിൽപ്പന, വേർതിരിക്കൽ. ഇപ്പൊ സ്റ്റോക്കിൻ ആണെങ്കിൽ സ്റ്റോക്കിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ഓപ്പൺ ആകും. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്ത് വെച്ചത് കാണുന്നതുകൊണ്ട് ഇങ്ങനെ കാണിക്കണില്ലെങ്കിൽ ബ്ലാങ്ക് പേജ് ആയിരിക്കും. അതിൽ ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഈ ഒരു രീതിയിൽ വരും. അത് സേവനദാതാവ് ആരാണ് വർക്കർ, ഏത് വാർഡാണ്, സ്റ്റോക്കിൻ തരം 3 ഓപ്ഷൻ ഉണ്ടാകും. വേർതിരിച്ചത്, വേർതിരിക്കാത്തത്, അല്ലെങ്കിൽ നിരസിച്ചത്, റിജക്ട്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഏതാണെന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പൊ വേർതിരിച്ചതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരുന്ന പേജ് ഇതായിരിക്കും. ഏതാണ് ഐറ്റം, അതിന്റെ സബ് കാറ്റഗറി എന്താണ്, അത് എത്ര കിലോ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് എന്നുള്ളത് കൊടുക്കുക. ആഡ് ചേർക്കുക എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരും നമ്മൾ ഈ ഒരു പേജിൽ തന്നെ വരും. ഈ ഒരു കൊടുത്തത് പോലെ വേർതിരിച്ചവാന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ വരും. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, സേവ് എന്ന് കൊടുക്കാം. ഇതേ പ്രോസസ് തന്നെയാണ് ഇനിയിപ്പോൾ വേറൊരു വേസ്റ്റ്, ഇപ്പൊ ഇനി ഗ്ലാസ് വേസ്റ്റ് ആണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ ഗ്ലാസ് വേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ആഡ് ഐറ്റം, ഇനിയും ചേർക്കുക എന്നുള്ളത് കൊടുക്കുക. അത് എങ്ങനെയാണ് വരുന്നത്, വേർതിരിച്ചതാണോ, വേർതിരിക്കാത്തതാണോ, അല്ലെങ്കിൽ നിരസിച്ചതാണോ, ഈ 3 ഓപ്ഷൻസിൽ ഏതിലാണ് അത് വരുന്നത് ആ രീതിയിൽ അതും കൊടുക്കുക. ഇനിയിപ്പോ നമ്മൾ വേർതിരിക്കാത്തതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ വേർതിരിച്ചതെന്ന് കൊടുത്തു, ഈ സ്റ്റോക്കിൻ തരത്തിൽ നമ്മൾ വേർതിരിക്കാത്തത് അല്ലെങ്കിൽ നിരസിച്ചതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ, വേർതിരിക്കാത്തതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, സബ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. കാരണം സെഗ്രിഗേഷൻ ചെയ്യാതെ കൊടുത്തതാണെങ്കിൽ, ഒരുമിച്ച് കൊടുത്തൊരു വേസ്റ്റിന്റെ ലിസ്റ്റ് ആണെങ്കിൽ അതിൽ നമുക്ക് സബ് കാറ്റഗറി കാണിക്കില്ല. വേർതിരിച്ചതാണെങ്കിൽ ആഡ് ഐറ്റം, അതായത് ഐറ്റത്തിന്റെ പേര് കൊടുക്കാണ്ടാകും, അത് ഏതാണ് സബ് കാറ്റഗറി എന്നുണ്ടാകും. വേർതിരിക്കാത്തത് കൊടുത്തു കഴിഞ്ഞാൽ സബ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ടോട്ടലി പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക് എന്ന് കൊടുക്കുക. അത് എത്ര കിലോനാണോ ആ കിലോഗ്രാം കൊടുക്കുക, ആഡ് ചെയ്യുക. ഇത്ര ചെയ്യാനുണ്ടാവുള്ളൂ. ഇനിയിപ്പോ അത് നിരസിച്ചതെന്നാണെങ്കിൽ, അതായത് റിജക്റ്റ് ആണെങ്കിൽ അതിന് 2 ഓപ്ഷൻ വേറെ വരും. റിജക്റ്റ് ആണെങ്കിൽ അതിൽ തന്നെ വേർതിരിച്ചത്, വേർതിരിക്കാത്തതെന്ന് വരും. റിജക്ട് ഓപ്ഷൻ, നമ്മൾ നിരസിച്ചതാണ് നമ്മൾ അതിൽ സ്റ്റോക്കിൻ തരം കൊടുക്കുന്നതെങ്കിൽ അതിൽ ഈ ഒരു രീതിയിൽ പോലെ വേർതിരിച്ചിട്ടില്ല അല്ലെങ്കിൽ തിരിച്ചവ എന്നുള്ള രീതിയിൽ 2 വരും. ഇപ്പൊ വേർതിരിച്ചവ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഐറ്റത്തിന്റെ കൂടെ സബ് കാറ്റഗറിയും ചോദിക്കും. ഇതുപോലെ ഏതാണോ നമ്മൾ കൊടുക്കുന്ന ഇനം അല്ലെങ്കിൽ ഏത് വേസ്റ്റ് ഐറ്റാണോ കൊടുക്കുന്നത് അത് വരും, അതിന്റെ സബ് കാറ്റഗറി വരും. ഇനി വേർതിരിക്കാത്തതാണെങ്കിൽ
അത് ഈ ഉപവിനം, അതായത് സബ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. നേരെ ഏതാണോ ആ ഐറ്റം അതിന്റെ പേര് കൊടുക്കുക, എത്ര കിലോനാണ് അതിലുള്ളത്, ആഡ് കൊടുക്കുക. ഈ രീതിയിലാണ് നമുക്ക് സ്റ്റോക്കിൻ വരുന്നത്. ഇതൊക്കെയാണോ? ഹലോ, ഇതൊക്കെയാണോ സ്റ്റോക്കിൻ എങ്ങനെ ചെയ്യാന്നുള്ളത്? നമ്മൾ ഈ സേവന തൊഴിലാണ് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. സേവന തൊഴിലാണ് ആഡ് ചെയ്യണത്. വേണം ഷെയർ ചെയ്യും. ഓക്കെ, അത് നമ്മൾ സിമ്പിൾ ആണ്. മിനി MCF ചെയ്തതുപോലെ മിനി MCF നമുക്ക് ഉണ്ടായിരുന്ന സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ മാത്രമായിരുന്നു. മിനി MCF ആകുമ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ സ്റ്റോക്ക് ഇൻ ആണെങ്കിൽ നമുക്ക് PPT ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത്. ഇപ്പൊ സ്റ്റോക്കിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, വീണ്ടും പറയുന്നത്, സ്റ്റോക്കിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആകും. ബ്ലാങ്ക് പേജ് ആയിരിക്കും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ബ്ലാങ്ക് പേജ് ആയിരിക്കും. അതിൽ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പേജിൽ സേവൻ ദാതാവ്, HKS യൂണിറ്റ് ഏതാണ്, ആരാണ് ഹരിതകർമ്മസേന മെമ്പർ, ഏത് വാർഡാണ്, സ്റ്റോക്കിൻ തരത്തിൽ 3 ഓപ്ഷൻ ഉണ്ടാകും: വേർതിരിച്ചത്, വേർതിരിക്കാത്തത്, നിരസിച്ചത്. അപ്പൊ അതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് പേജ് ലോഡ് ആകാം. അതിപ്പോ വേർതിരിച്ചതാണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഇനം ചേർക്കുക, അതായത് ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരിക സബ് കാറ്റഗറി ചോദിക്കും. അതായത് ഐറ്റത്തിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, സബ് കാറ്റഗറി ചോദിക്കും. എന്താണ് പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്, അതിൽ ഏത് സബ് കാറ്റഗറിയാണ് വരുന്നത് ആ സബ് കാറ്റഗറി ചോദിക്കും. എത്ര കിലോ ആണെന്നുള്ളത് ആ കിലോഗ്രാം കൊടുക്കുക. ആഡ് ചേർക്കുക എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് വരും. അതിൽ എഡിറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പൊ ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ വേർതിരിക്കാത്തത് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ സബ് കാറ്റഗറി എന്നുള്ള കോൾ ഉണ്ടാവില്ല. സെഗ്രിഗേഷൻ ചെയ്തതിന് മാത്രം സബ് കാറ്റഗറി ഉണ്ടാകുമ്പോൾ മറ്റേ ഏത് ഐറ്റമാണ്, പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക് എന്ന് കൊടുക്കുക, എത്ര കിലോഗ്രാം ഉണ്ട് കിലോഗ്രാം കൊടുത്ത് ആഡ് കൊടുത്ത് ചേർക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് അതും നമുക്ക് അപ്പിയർ ആകുക. അതിൽ എഡിറ്റ് ചെയ്യാണെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സേവ് കൊടുക്കാം. അതുപോലെ വേറൊരു ഐറ്റം, ഇപ്പൊ ഗ്ലാസ് ഐറ്റംസ് അല്ലെങ്കിൽ ലെതർ ഐറ്റംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും ആഡ് ഐറ്റം ഇനം ചേർക്കുക എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രോസസ് തന്നെയാണ് ചെയ്യുന്നത്. നമുക്കതിൽ മാറ്റം വരുന്ന റിജക്ട് വേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ റിജക്ട് വേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, അതായത് നിരസിച്ച വേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ 2 ഓപ്ഷൻ വേറെ ചോദിക്കും. സ്റ്റോക്കിൽ വേർതിരിക്കൽ തരം ചോദിക്കും. റിജക്റ്റിൽ അത് വേർതിരിച്ചതാണോ വേർതിരിക്കാത്തതാണോ. ഇതിലും അതുപോലെ തന്നെയാണ്. വേർതിരിച്ചതാണെങ്കിൽ ഐറ്റത്തിന്റെ കൂടെ ഏതാണ് സബ് കാറ്റഗറി, ഇതിപ്പോ നിരസിച്ച മാലിന്യങ്ങൾ എന്ന് പറയും, അതിൽ ഏതാണ് സബ് കാറ്റഗറി, ഏത് നിരസിച്ച മാലിന്യങ്ങൾ. അപ്പൊ ഇതിൽ ചപ്പൽ മാലിന്യം എന്നാണ് നിരസിച്ചത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ അത് വരും, എത്ര കിലോ എന്നുള്ളത് ചേർക്കുക. ഈ വേർതിരിക്കാത്തതാണെങ്കിൽ ഈ ഒരു നിരസിച്ച മാലിന്യം എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷനെ കാണിക്കുള്ളൂ. കാരണം വേർതിരിച്ചതാകുമ്പോൾ മാത്രമേ സബ് കാറ്റഗറി ഉള്ളൂ. വേർതിരിക്കാത്തതാകുമ്പോൾ നമുക്ക് സബ് കാറ്റഗറി ഇല്ല. ഇത്രയാണ് നമുക്ക് സ്റ്റോക്കിൻ ഉള്ളതിൽ ചെയ്യാനുള്ളത്. ഇതൊക്കെയാണോ? ഓക്കെ, നമ്മൾ മിനി MCF പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റോക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ് പോർട്ടൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ബാറിൽ MCF സെലക്ട് ചെയ്യാം. MCFൽ സ്റ്റോക്കിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സ്റ്റോക്ക് ഇവിടെ കാണിക്കും. ആക്ഷൻ ബട്ടണിൽ പോയാൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ പറ്റും. വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എല്ലാ കൊടുത്ത ഡീറ്റെയിൽസും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. നമ്മൾ മിനി MCF ചെയ്തതുപോലെ തന്നെ MCF സൈഡ് ബാറിൽ MCF ക്ലിക്ക് ചെയ്യുക, സ്റ്റോക്കിന് എത്ര ഉണ്ട് എന്നുള്ളത് കൊടുക്കാം. പിന്നെ നമുക്ക് വരുന്നതാണ് സെഗ്രിഗേഷൻ, അതായത് മാലിന്യം വേർതിരിക്കൽ. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റോക്കിംഗ് കൊടുത്തതുപോലെ തന്നെ ഇപ്പോൾ വേർതിരിക്കൽ സെഗ്രിഗേഷൻ ആണെങ്കിൽ വേർതിരിക്കൽ സെഗ്രിഗേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പേജ് പഴയതുപോലെ തന്നെ ഇതൊരു ബ്ലാങ്ക് പേജ് ആയിട്ട് വരും. ഡാറ്റ ലഭ്യമല്ല എന്നായിരിക്കും ഇതിൽ എഴുതി കാണിക്കാൻ പേജ് വരും. അതിൽ നമുക്കൊരു ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പേജ് ഈ ഒരു പേജിലോട്ടാണ് പോവുക. എന്താണ് ഐറ്റം, പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്, ഏതാണ് സബ് കാറ്റഗറി, കാരണം പ്ലാസ്റ്റിക്കിൽ ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് നമ്മൾ കൊടുക്കുന്നത്, അത് എത്ര കിലോ ഉണ്ട്, സേവ് കൊടുക്കും. അത് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാണ്, സെഗ്രിഗേഷൻ എന്നുള്ളതിൽ വരിക. ഈ ഒരു രീതിയിൽ ഇപ്പൊ നമുക്ക് റീസൈക്കിൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ റീസൈക്കിൾ പ്ലാസ്റ്റിക് കൊടുക്കുക, അതിൽ ഏതാണ് എന്നുള്ള ഐറ്റം കൊടുക്കുക, എത്ര കിലോ ഉണ്ടെന്ന് കൊടുക്കുക, സേവ് കൊടുക്കുക. അതായത് സെഗ്രിഗേഷൻ എന്നുള്ളത് കൊടുക്കാൻ ആകെ ഈ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ.
സഗ്രിഗേഷൻ നില വേർതിരിക്കൽ നില സെലക്ട് ചെയ്യുക. ഇതൊരു ബ്ലാങ്ക് പേജ് ആയിട്ട് ഓപ്പൺ ആകും. അതിൽ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പേജിൽ ഇനത്തിന്റെ പേര് നെയിം ഓഫ് ഐറ്റം ചോദിക്കും. അത് ഏത് സബ് കാറ്റഗറി, പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് ആണെന്നുള്ളത് കൊടുക്കുക, എത്ര കിലോ ഉണ്ടെന്നുള്ളത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വെബ് പോർട്ടലിൽ കാണാൻ കഴിയും. MCF സെഗ്രിഗേഷൻ പ്ലാസ്റ്റിക് വേസ്റ്റിൽ ഈ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് എത്ര കിലോ നമ്മൾ സെഗ്രിഗേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, MCF എടുത്ത് കഴിഞ്ഞാൽ സൈഡ് ബാറിൽ വെബ് പോർട്ടലിൽ സൈഡ് ബാറിൽ MCF സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ MCF സെഗ്രിഗേഷൻ എന്നുള്ളതിൽ ആ ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. നമുക്ക് സഗ്രിഗേഷൻ എന്നുള്ളത് ആകെ 2 സ്റ്റെപ്പേ വരുന്നതുള്ളൂ. സഗ്രിഗേഷൻ സെലക്ട് ചെയ്യുക, ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഫസ്റ്റ് ടൈം ആകുമ്പോൾ അത് ബ്ലാങ്ക് പേജ് ആയിരിക്കും. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചെയ്ത ഡീറ്റെയിൽസ് കാണിക്കും, ഇതുപോലെ കാണിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ അത് ബ്ലാങ്ക് പേജ് ആയിരിക്കും. ആഡ് ബട്ടൺ കൊടുക്കുക, ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പേജ് ഇനത്തിന്റെ പേര് ഏതാണ്, ഐറ്റത്തിന്റെ പേര് കൊടുക്കുക, ഏതാണ് സബ് ഐറ്റം വരുന്നത്, പ്ലാസ്റ്റിക് ഹാർഡ് പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ റീസൈക്കിൾ വേറെ ഏതെങ്കിലും ടൈപ്പ് ആണോ എന്നുള്ളത്, ബോട്ടിൽ പ്ലാസ്റ്റിക് ആണോ എന്നുള്ളത് അങ്ങനെ കൊടുക്കാം. എത്ര കിലോ ഉണ്ടെന്നുള്ളത് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ് അവിടെ കഴിഞ്ഞു. നമുക്ക് അത്ര ചെയ്യാനുള്ള സഗ്രിഗേഷൻ എന്നുള്ളത് അത്രേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വെബ് പോർട്ടലിൽ MCF ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഗ്രിഗേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ കഴിയും നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അതിൽ കാണാൻ കഴിയും. അപ്പൊ സ്റ്റോക്കിനും ഈ സഗ്രിഗേഷനും ആണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ 2 ഓപ്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്റ്റോക്കിന് അതുപോലെ തന്നെ സെഗ്രിഗേഷൻ വേർതിരിക്കലിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉപഭോക്താവിനെ എങ്ങനെ എടുക്കുക, തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞില്ല, അപ്പൊ അതിൽ ആദ്യം അവർ ആഡ് ചെയ്യേണ്ടി വരില്ലേ? സ്റ്റോക്കിങ് ചെയ്യുമ്പോഴേ ഉപഭോക്താവിന്റെ തരം അത് നമ്മള് അത് ഈ ഹരിതകർമ്മസേന ചോദിച്ചതല്ലേ സ്റ്റോക്കിന്റെ, അത് നമ്മൾ ഓൾറെഡി അതിൽ വരും. നമ്മൾ ഓൾറെഡി ഓരോ ഹരിതകർമ്മസേനാംഗത്തിന് വാർഡ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളിപ്പോ അവര് സർവീസ് ചെയ്യുന്നത് ഓരോ യൂസർ നെയിം വെച്ചിട്ടാണ്. ആ യൂസർ നെയിം അതിൽ വരും. അപ്പൊ എത്ര ഹരിതകർമ്മസേന എന്താ അവരുടെ പേരൊക്കെ അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പൊ ഏത് വാർഡിൽ നിന്നാണോ നമ്മൾ സ്റ്റോക്കിന് കൊണ്ടുവരുന്നത് ആ വാർഡിൽ ഏത് ഹരിതകർമ്മസേന മെമ്പർ ആണ് വർക്ക് ചെയ്യുന്നത് അവരെ പേര് കൊടുക്കുക, ഏതാണ് വാർഡ് എന്നുള്ളത്. വാർഡ് നമുക്ക് മാൻഡേറ്ററി അല്ല, ഏതാണ് വാർഡ് എന്നുള്ളത് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വരും. കാരണം നമ്മൾ യൂസർ നെയിം ക്രിയേഷൻ കഴിഞ്ഞതാണ്. ഹരിതകർമ്മസേന ഇപ്പൊ ഫീൽഡ് ലെവലിൽ ചെയ്യുന്നത് അവർക്ക് ഓരോ വാർഡിൽ ഓരോ ഹരിതകർമ്മസേനക്ക് ചാർജ് കൊടുത്തിട്ട് യൂസർ നെയിം ക്രിയേറ്റഡ് ആണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വരും ആരാന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യാത്തവരോ നമ്മൾ യൂസർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഹരിതകർമ്മസേന ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. കമ്മീഷനോട് ചോദിച്ചു നോക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ലാസ്റ്റ് നമുക്ക് ചോദിക്കാം. കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു യൂസർ കിട്ടണമെങ്കിൽ ഓരോ വാർഡിൽ ചാർജ് കൊടുത്തിട്ട് യൂസർ ക്രിയേഷൻ ചെയ്യേണ്ടി വരും. ഹരിതകർമ്മസേനന്റെ യൂസർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതിൽ അവരുടെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് വർക്ക് എന്നുള്ളത്? നമ്മളിപ്പോ യൂസർ നെയിം ക്രിയേഷൻ വരുമ്പോഴേ അതിനൊരു ഫോർമാറ്റ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അത് ഏത് ഫോർമാറ്റ്? നമുക്ക് അതിൽ നമ്പേഴ്സ് ഒന്നും വർക്ക് ആവില്ല. നമ്പേഴ്സ് അല്ല, ഞങ്ങള് പേര് ഇംഗ്ലീഷ് ലെറ്റർ മാത്രമേ കൊടുക്കുള്ളൂ. അതില് ക്യാപിറ്റൽ ലെറ്റർ വന്നാലും വർക്ക് ആവില്ല. ഓ ശരി, ഓക്കെ. നമുക്ക് സ്മോൾ ലെറ്റർ മാത്രമേ യൂസറിൽ സ്മോൾ ലെറ്റർ മാത്രമേ വരുള്ളൂ അല്ലേ? സ്മോൾ ലെറ്റർ മാത്രമേ വർക്ക് ആവൂ. ക്യാപിറ്റൽ അതിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ആവില്ല. ശരി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പേസ് വന്നിട്ടുണ്ടെങ്കിലും സ്പേസ് വന്നാലും അത് വർക്ക് ആവില്ല. ഓക്കെ, ശരി. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ സ്റ്റോക്കിന് അതുപോലെ സഗ്രിഗേഷൻ പറഞ്ഞതില്? ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് സ്റ്റോക്ക് ട്രാൻസ്ഫർ ആണ്. അതായത് MCFൽ നിന്നും നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ RRFലോട്ട് ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ഇപ്പൊ മിനി MCF നമ്മൾ MCFലോട്ട് ട്രാൻസ്ഫർ ചെയ്തതുപോലെ തന്നെ MCFൽ നിന്നും RRFലോട്ട് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ സ്റ്റോക്കിനും അതുപോലെ സഗ്രിഗേഷനും സെലക്ട് ചെയ്തതുപോലെ തന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജാണ് വീണ്ടും ഓപ്പൺ ആയിട്ട് വരിക. ഫസ്റ്റ് ടൈം ആകുമ്പോൾ ബ്ലാങ്ക് പേജ് ആയിരിക്കും. ഡാറ്റ അവൈലബിൾ അല്ല എന്നുള്ള രീതിയിൽ നോ ഡാറ്റ അവൈലബിൾ എന്നുള്ളൊരു ബ്ലാങ്ക് പേജ് ആണ് ഇതിൽ ഓപ്പൺ ആകുക. ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആകും. സ്റ്റോക്ക് കൈമാറ്റം, അതുപോലെ സ്ഥലം മാറ്റുക,
സ്റ്റോക്ക് ട്രാൻസ്ഫർ തരം, ഇപ്പൊ പരാമർശം എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്, പിന്നെ ഇനം ചേർക്കുക. സേവ് നമ്മൾ ലാസ്റ്റ് കൊടുക്കുക, ഇനം ചേർക്കുക എന്നുള്ളതാണ് വരിക. ഇപ്പൊ നെക്സ്റ്റ് പേജ് അതിൽ വരുമ്പോൾ സ്റ്റോക്ക് കൈമാറ്റം. നമ്മൾ മിനി MCF ചെയ്തവർക്ക് അറിയാം, മിനി MCF നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടാണെന്നുള്ളത് അതിൽ നമ്മൾ MCFന്റെ പേര് വരും. ഏത് MCFലോട്ടാണ് നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിരുന്നു. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് കൈമാറ്റം സെലക്ട് ചെയ്യുമ്പോൾ അത് ഏത് RRFിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, RRF ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പൊ ഏത് RRFലോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സ്റ്റോക്ക് കൈമാറ്റം RRFലോട്ടാണെങ്കിൽ RRF കൊടുക്കുക. പിന്നെ അതിന്റെ താഴെ വരുന്നത് സ്ഥലം മാറ്റുക. അത് ഫസ്റ്റത്തത് സ്റ്റോക്ക് കൈമാറ്റം RRFലോട്ടാണെങ്കിൽ RRF സെലക്ട് ചെയ്യുക. പിന്നെ സ്ഥലം മാറ്റുക, അതായത് ഏത് RRFലോട്ടാണ് നമ്മൾ RRFലോട്ട് ഏത് RRFലോട്ടാണ് നമ്മൾ സ്റ്റോക്ക് കൈമാറുന്നത്. മിനി MCF ചെയ്തതുപോലെ തന്നെ MCFിലേക്ക് പോവുകയാണ്. ഏത് MCF ആ സെലക്ട് ചെയ്തതുപോലെ അതേ പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. RRF സെലക്ട് ചെയ്യുക, ഏത് RRFലോട്ടാണ് ആ മിനി MCFിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ട്രാൻസ്ഫർ തരം, ഏത് തരം സ്റ്റോക്കാണ് നമ്മൾ വേർതിരിച്ചതാണോ, വേർതിരിക്കാത്തതാണോ, അല്ലെങ്കിൽ നിരസിച്ചവ റിജക്ട് ചെയ്തതാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ വേർതിരിച്ചവയാണെങ്കിൽ വേർതിരിച്ചവ എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനം ചേർക്കുക, ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഇനം ചേർക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ പേജ് ഓപ്പൺ ആകും. നമ്മൾ നേരത്തെ ഇനം ചേർക്കുക എന്ന് കൊടുത്തപ്പോൾ അതിൽ വന്നത് ഇനത്തിന്റെ പേര്, അതുപോലെ ഇനം ഉപവിഭാഗം. ആ സ്റ്റോക്കിൻ കൊടുത്തത് പോലത്തെ പേജിലേക്ക് തന്നെയാണ് സ്റ്റോക്ക് ട്രാൻസ്ഫറും വർക്കാകുക. നമ്മൾ സെഗ്രിഗേഷൻ ചെയ്ത് കഴിഞ്ഞത് അത് വേർതിരിച്ചതാണെങ്കിൽ ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരെ ഇനത്തിന്റെ പേര് എന്താണ്, ഐറ്റം, ഉപവിഭാഗം, സബ് കാറ്റഗറി എന്താണ്. പ്ലാസ്റ്റിക് നേരത്തെ കൊടുത്ത പോലെ തന്നെ പ്ലാസ്റ്റിക്, ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്, ബോട്ടിലിന്റെ പ്ലാസ്റ്റിക് ആണെങ്കിൽ അങ്ങനെ, അത് എത്ര കിലോ ചേർക്കുക. നമ്മൾ സ്റ്റോക്കിംഗ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് സ്റ്റോക്ക് ട്രാൻസ്ഫറിലും വരുന്നത്. സ്റ്റോക്ക് ട്രാൻസ്ഫറിലാകുമ്പോൾ മാറ്റം പറയുന്നത് RRF കൊടുക്കേണ്ടി വരും. പിന്നെ ഏത് RRFലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊടുക്കുക. സ്റ്റോക്കിൻ തരം, ഏത് തരം സ്റ്റോക്കുകളാണ്, വേർതിരിച്ചതാണോ, വേർതിരിക്കാത്തതാണോ, അല്ലെങ്കിൽ നിരസിച്ചതാണോ. അപ്പൊ ഇനി വേർതിരിക്കാത്തതാണെങ്കിൽ ഈ പറഞ്ഞത് പോലെ തന്നെ ഈ സബ് കാറ്റഗറി ഉപവിഭാഗം എന്നുള്ളത് നമുക്ക് ഇതിൽ ഉണ്ടാവില്ല. നേരെ ഏതാണ് ഐറ്റത്തിന്റെ പേര്, എത്ര കിലോ ഉണ്ടെന്നുള്ളത് കൊടുക്കുക. ആഡ് ഐറ്റം ചേർക്കുക എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ആയി മാറും. നേരത്തെ പോലെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നില്ല. അത് വേർതിരിക്കാത്തതാണെങ്കിൽ ഇനത്തിന്റെ പേര്, സബ് കാറ്റഗറി ഉണ്ടാവില്ല, എത്ര കിലോ എന്നുള്ളത് കൊടുക്കുക, ചേർക്കുക എന്ന് കൊടുക്കുക. അപ്പൊ വേർതിരിച്ചതാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരിക. ഏതാണ് ഐറ്റം എന്നുള്ളത് കൊടുക്കുക, അതിന് സബ് കാറ്റഗറി ഏതാണ്, വേർതിരിച്ച സബ് കാറ്റഗറി എന്ന് കൊടുക്കുക, എത്ര കിലോനാണ് അതെന്നുള്ളത് കൊടുക്കുക, ചേർക്കുക. ഇനിയിപ്പോ നിരസിച്ചതാണെങ്കിൽ നിരസിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഓപ്ഷൻ കാണിക്കും, വേർതിരിച്ചിട്ടില്ല അല്ലെങ്കിൽ വേർതിരിച്ചവ എന്നുള്ളത് കാണിക്കും. അപ്പൊ അതിൽ വേർതിരിച്ചവയാണെങ്കിൽ ഇതേ പേജ് തന്നെയാണ് ഓപ്പൺ ആകുക. അതിൽ കാറ്റഗറി ഏതാണ് ഐറ്റം എന്നുള്ളത് കൊടുക്കും. അതുപോലെ സബ് കാറ്റഗറി ഏതാണ് നിരസിച്ച സബ് കാറ്റഗറി എന്നുള്ളത്, അത് എത്ര കിലോ. ഇനി വേർതിരിക്കാത്തതാണെങ്കിൽ നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. ഇനത്തിന്റെ പേര്, ഐറ്റത്തിന്റെ പേര് കൊടുക്കാൻ ഓപ്ഷൻ വരും. ഈ സബ് കാറ്റഗറി ഉപവിഭാഗം എന്നുള്ളത് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ വരുന്നത് എത്ര കിലോ, കിലോ കൊടുക്കുക, ചേർക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ആയി. നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ MCFിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ ഇത് വന്നിട്ടുണ്ടാവും. അത് സ്റ്റോക്കിൻ പോലെ തന്നെയാണ്. സ്റ്റോക്കിൽ നമുക്കൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യാൻ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ട്രാൻസ്ഫറിൽ അതില്ല. സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ട്രാൻസ്ഫർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആകും, ബ്ലാങ്ക് പേജ് ആയിരിക്കും. ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് കൈമാറ്റം എങ്ങോട്ടാണ്, RRFലോട്ടാണെങ്കിൽ അതിൽ RRF ഉണ്ടാകും. സ്ഥലം മാറ്റുക, ഏത് RRFലോട്ടാണ് എന്നുള്ളത് കൊടുക്കുക. ഏത് RRFലോട്ടാണ് എന്നുള്ളത് കൊടുക്കുക. സ്റ്റോക്ക് ട്രാൻസ്ഫർ തരം, അതായത് നിരസിച്ചതാണോ അല്ലെങ്കിൽ വേർതിരിച്ചതാണോ വേർതിരിക്കാത്തതാണോ എന്നുണ്ടാകും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉള്ളത് ആഡ് ഐറ്റം ആണ്. ആഡ് ഐറ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഇനം ചേർക്കാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർതിരിച്ചതാണെങ്കിൽ അത് സബ് കാറ്റഗറി ഉണ്ടാകും. അതുപോലെ തന്നെ സബ് കാറ്റഗറി ചോദിക്കും, എത്ര കിലോ എന്നുള്ളത് ചോദിക്കും. സേവ് കൊടുക്കാം. ഇനി വേർതിരിക്കാത്തതാണെങ്കിൽ സബ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, ഡയറക്റ്റ് ഏതാണോ ഐറ്റം എന്നുള്ളത് കൊടുക്കുക. ഏതാണ് ഐറ്റം എന്നുള്ളത് കൊടുക്കുക, അതുപോലെ തന്നെ എത്ര കിലോ ഉണ്ട് എന്നുള്ളത് കൊടുക്കുക, സേവ് ചെയ്യുക. പിന്നെ റിജക്ട് ചെയ്തതാണെങ്കിൽ, അത് നിരസിച്ചതാണെങ്കിൽ
അത് വേർതിരിച്ചതാണോ അല്ലേ എന്നുള്ളത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടാകും. അത് വേർതിരിച്ചതാണ് കൊടുത്തതെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇനത്തിന്റെ പേരും സബ് കാറ്റഗറിയും ചോദിക്കും, അളവ് ചോദിക്കും, എത്ര കിലോ ഉണ്ട് ചേർക്കുക. ഇനി വേർതിരിക്കാത്തതാണെങ്കിൽ ഈ സബ് കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, എത്ര കിലോ എന്നുള്ളത് കൊടുക്കുക, നമ്മൾ ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ വരുന്നത്. ഓക്കെ ആണോ? നമുക്ക് RRF ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏജൻസി കൊണ്ടുപോകുമ്പോൾ അതൊന്നുകൂടെ പറയാം. RRF ഇല്ലെങ്കിൽ RRF ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. സാധാരണ ഇപ്പൊ MCF ഡയറക്റ്റ് സെയിൽ ആണെങ്കിൽ നമുക്ക് ആ സെയിൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് RRF പോകുന്നുണ്ടെങ്കിൽ മാത്രം, അതാണ് പറഞ്ഞത്. നമുക്ക് RRF ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രാൻസ്ഫർ ഓപ്ഷൻ എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് സെയിൽ എന്നുള്ള ഓപ്ഷൻ താഴെ ഉണ്ട്, നമുക്ക് സെയിൽ എന്നുള്ളത് കൊടുക്കാം. ഞാൻ ഈ RRF ഒന്നും കൂടി സ്റ്റോക്ക് ട്രാൻസ്ഫർ ഒന്നും കൂടി പറയാം. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സ്റ്റോക്കിന് സ്റ്റോക്ക് ട്രാൻസ്ഫർ, വിൽപ്പന, അതുപോലെ വേർതിരിക്കൽ. സ്റ്റോക്ക് ട്രാൻസ്ഫർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വന്നതുപോലെ സ്റ്റോക്കിന്റെ പേജ് വന്നതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പേജ് വരും. ഫസ്റ്റ് ടൈം ആകുമ്പോൾ ബ്ലാങ്ക് പേജ് ആയിരിക്കും. ആഡ് ബട്ടൺ കൊടുക്കുക. ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന സ്റ്റോക്ക് കൈമാറ്റം. എങ്ങോട്ടാണ് സ്റ്റോക്ക് കൈമാറുന്നത്? RRF അതിൽ RRF ഉണ്ടാകും. ആ RRF സെലക്ട് ചെയ്യുക, സ്ഥലം മാറ്റുക. ഏത് RRF RRF ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏത് RRF ഇപ്പൊ ബ്ലോക്കിന്റെ RRF ആണെങ്കിൽ അങ്ങനെ, ഇനി വേറെ ഏതെങ്കിലും RRF ആണെങ്കിൽ അങ്ങനെ ഏത് RRF ആണെന്നുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്യും. ആ RRF സെലക്ട് ചെയ്യുക. പിന്നെ പറഞ്ഞത് സ്റ്റോക്ക് ട്രാൻസ്ഫർ തരം. അതിൽ നമുക്ക് 3 ഓപ്ഷനാണ് വരുന്നത്. ഇതുപോലെ വേർതിരിച്ചവ, നിരസിച്ചവ, അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് അതിലും വരുന്നത്. അതിൽ വേർതിരിച്ചതാണെങ്കിൽ, വേർതിരിച്ചവ എന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരിക ഇനത്തിന്റെ പേര് എന്താണോ, അതായത് ആഡ് ഐറ്റം കൊടുക്കണം കേട്ടോ. വേർതിരിച്ചവന്ന് കൊടുത്തിട്ട് ഇനം ചേർക്കുക. ഈ ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് ഐറ്റം, ഇപ്പൊ പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, അതിൽ ഏതാണ് സബ് കാറ്റഗറി, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സബ് കാറ്റഗറി ഏതാണെന്നുള്ളത് അത് കൊടുക്കുക. എത്ര കിലോ ചേർക്കുക. ഇതേ കേസിൽ വേർതിരിക്കാത്തതാണെങ്കിൽ ഏതാണ് ഐറ്റത്തിന്റെ പേരുണ്ടാകും, ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. എത്ര കിലോ എന്നുള്ളത് കൊടുക്കുക, ചേർക്കുക എന്നുള്ളത് കൊടുക്കുക. ഇനിയിപ്പോ നിരസിച്ചത്, റിജക്ട് ചെയ്തതാണെങ്കിൽ നിരസിച്ചവ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ വേറെ കാണിക്കും. അതായത് അതിൽ വേർതിരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് കാണിക്കും. അതിൽ വേർതിരിച്ചവ എന്നാണ് കൊടുത്തതെങ്കിൽ ഈ ഓപ്ഷൻസ് ആണ് വീണ്ടും വരിക. ഏതാണ് കാറ്റഗറി, അത് സബ് കാറ്റഗറി ഏതാണ്, എത്ര കിലോ ഉണ്ട്. ഇനി വേർതിരിക്കാത്തതാണെങ്കിൽ ഈ ഒരു സബ് കാറ്റഗറി എന്നുള്ള കോൾ ഉണ്ടാവില്ല. ഏതാണ് ഐറ്റം എന്നുള്ളത് കൊടുക്കുക, എത്ര കിലോ ഉണ്ട് എന്നുള്ളത് കൊടുക്കുക, ചേർക്കുക. അത് ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെബ് പോർട്ടലില് സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ളതിൽ വന്ന് കിടക്കുന്നുണ്ട്. അത് MCF സെലക്ട് ചെയ്ത സൈഡ് ബാറിൽ പോയിട്ട് MCF സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ, നമ്മൾ സ്റ്റോക്കിനും അതുപോലെ സെഗ്രിഗേഷനും ചെയ്തതുപോലെ തന്നെ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനിൽ അത് വന്ന് കിടക്കും. ഇത് ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? സംശയമുള്ളവർ ചോദിക്കണേ, ക്ലിയർ ചെയ്ത് പോണം. നമുക്ക് പ്രവർത്തനം പെട്ടെന്ന് തുടങ്ങാനുള്ളതാണ്. നമുക്ക് PPT ആയതുകൊണ്ട് ചിലപ്പോൾ ഡൗട്ട് വരും, കാരണം ഒരുപാട് പേജുകൾ ഉണ്ട് അത്. അപ്പൊ അത് ചുരുക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് ഓരോ പേജിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. സാറേ ഒരു സംശയം, നമ്മള് MCF അസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിഫോൾട്ട് ഓർഗനൈസേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതാ വരിക? അതേ MCF, ഏത് MCF ആണോ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത് അതേ MCF താഴെ വരിക. ഓക്കെ, അതന്നെ കൊടുത്താൽ മതി. MCF ലിസ്റ്റ് ഔട്ട് ചെയ്യും, അതേ MCF കൊടുത്താൽ മതി. അതെ. ഈ പറഞ്ഞ സ്റ്റോക്കിംഗ്, സെഗ്രിഗേഷൻ, സ്റ്റോക്ക് ട്രാൻസ്ഫർ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ, നമുക്ക് മൂന്ന് ഓപ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന 4ാമത്തെ ഓപ്ഷൻ സെയിൽസ്, വിൽപ്പന. അതായത് MCF നമ്മൾ വേസ്റ്റ് വിൽക്കണത്, അത് ക്ലീൻ കേരളത്തെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസിക്കോ ആർക്കാണോ വിൽക്കണത്. അപ്പൊ എങ്ങനെയാണ് സ്റ്റോക്ക് സെയിൽസ് എന്നുള്ളത്?
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിൽ വിൽപ്പന സെയിൽസ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേരാണ് ഓപ്പൺ ആകുക. അതായത് ബ്ലാങ്ക് പേജ് ആയിരിക്കും, സ്റ്റാർട്ടിങ്ങിലാകുമ്പോൾ ബ്ലാങ്ക് പേജ് ആയിരിക്കും. അതിൽ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കുന്ന നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് MCFന്റെ പേര്. അതായത് ഏത് MCF നിന്നാണോ നമ്മൾ വിൽപ്പന നടത്തുന്നത്. അപ്പൊ നമ്മൾ ഏത് MCF യൂസറിലാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് ആ MCF ആയിരിക്കും അവിടെ കാണിക്കുക. പിന്നെ വരുന്നത് വിൽപ്പനക്കാരന്റെ പേര്, അതായത് ആരാണ് വിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ MCF എന്നുള്ളത് കൊടുത്തു, ആരാണ് വിൽക്കുന്നത്, എങ്ങോട്ടാണ് വിൽക്കുന്നത് എന്നുള്ള വിൽപ്പനക്കാരന്റെ പേര്, എങ്ങോട്ടാണ് വിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിൽ കണ്ട പോലെ ഇതിൽ ആലുവ CKC പറഞ്ഞിട്ടാണ്. അപ്പൊ പ്രൈവറ്റ് ഏജൻസി ആണെങ്കിൽ നാവായിക്കുളം വെണ്ടർ എന്നുള്ള പേര്, പ്രൈവറ്റ് ഏജൻസി ആണെങ്കിൽ വെണ്ടർ എന്നുള്ള പേരിൽ നമുക്ക് വരും. എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പറയാം, ഒരു വെണ്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ ഏത് MCF എന്നാണ് പോകുന്നത്, നമ്മൾ ഏത് യൂസറിലാണോ കയറിയിട്ടുള്ള ആ MCFന്റെ പേരായിരിക്കും വരിക. വിൽപ്പനക്കാരന്റെ പേര്, ആർക്കാണ് വിൽക്കുന്നത്. പിന്നെ വരുന്നത് വിൽപ്പന തരം. വിൽപ്പന തരം ഈ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. വേർതിരിക്കാത്തത്, വേർതിരിച്ചവ, നിരസിച്ചവ. നമുക്ക് നേരത്തെ വന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ് വിൽപ്പന തരത്തിലും വരുന്നത്. അതിൽ ഈ കൊടുത്തതുപോലെ, ഇതിൽ കൊടുത്തതുപോലെ നാവായിക്കുളം MCF നിന്നും നാവായിക്കുളം വെണ്ടർ എന്നുള്ള ആൾക്കാണ് വിൽക്കുന്നത്. അതിൽ വിൽപ്പന തരം വേർതിരിച്ചവ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ വേർതിരിച്ചവ കൊടുത്തു കഴിഞ്ഞാല് ഇനത്തിന്റെ പേര്, നമ്മൾ ആഡ് ഐറ്റം കൊടുക്കണം, ഇനം ചേർക്കുക എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇനത്തിന്റെ പേര്, ഏതാണ് ആ ഐറ്റം എന്നുള്ളത് ചോദിക്കും. ഇപ്പൊ തുണിമാലിന്യം ആണെങ്കിൽ തുണിമാലിന്യം, പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സ്ക്രാപ്പ് ആണെങ്കിൽ അത്, പേപ്പർ സ്ക്രാപ്പ് ആണെങ്കിൽ അത്. അപ്പൊ ഏതാണോ അതിൽ പ്ലാസ്റ്റിക് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ് കാറ്റഗറി. കാരണം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് വേർതിരിച്ചവ എന്നാണ്, അതുകൊണ്ടാണ് സബ് കാറ്റഗറി വന്നത്. സബ് കാറ്റഗറി വരും. സബ് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാല് ഇനത്തിന്റെ തരം, അതായത് കെട്ടിയതാണോ കെട്ടാത്തതാണോ, അത് ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ള ഓപ്ഷൻ ആണത്. സെയിൽസിൽ വരുന്നതാണ്. നേരത്തെ നമ്മൾ കൊടുത്തതില് ഐറ്റം കൊടുത്തു, ഏതാണ് സബ് കാറ്റഗറി കൊടുത്തു, പിന്നെ നമ്മൾ കൊടുത്തിരുന്നത് കിലോ, അതായത് വെയിറ്റ് ആയിരുന്നു. ഇതിൽ അങ്ങനെയല്ല വരുന്നത്, ഏതാണ് ഐറ്റം കൊടുത്തു, അതിന്റെ സബ് കാറ്റഗറി കൊടുത്തു, അത് ഏത് ടൈപ്പാണ്, അത് ഇനത്തിന്റെ തരം, അത് കെട്ടിയതാണോ കെട്ടാത്തതാണോ, അതായത് ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ളത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിലോ എന്നുള്ളത് കൊടുക്കുക. ഇനത്തിന്റെ നിരക്ക്, ഈ നിരക്ക് എന്നുള്ളത് ഇത് നമ്മൾ കൊടുക്കേണ്ടതല്ല, അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ വെണ്ടർ LSJ വെണ്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ചെയ്യുന്നതാണ്. എങ്ങനെ നമ്മൾ 1 കിലോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇനത്തിന്റെ നിരക്ക് എത്ര കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ഉപനിരക്ക്. കാരണം ഒരു ഏജൻസി എത്ര രൂപക്കാണ് പ്ലാസ്റ്റിക് വാങ്ങിക്കണം, അല്ലെങ്കിൽ സബ് കാറ്റഗറി എത്ര രൂപക്ക് വാങ്ങിക്കണം, നമ്മൾ ഓൾറെഡി ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇതിൽ വരുന്നത്, നമ്മൾ ആഡ് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും എത്ര ഉണ്ട് എന്നുള്ളത്. ഇതിൽ ഇനത്തിന് ഗ്രാമില് 1 ഉപവിഭാഗം, സബ് കാറ്റഗറി ഗ്രാമിന് 1 രൂപ എന്നുള്ള രീതിയിൽ കൊടുത്തു. അതിന്റെ ടോട്ടൽ ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ സെയിൽസിൽ വരുമ്പോ സെയിൽസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന പേജ് ഈ ഒരു പേജിലോട്ടാണ് വരുന്നത്. അതിൽ പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് വരിക. ഏത് MCF നിന്നാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്, ആ MCF ഓൾറെഡി നമ്മൾ ലോഗിൻ ചെയ്ത MCF ആയിരിക്കും. ആ MCFന്റെ പേര് ഇതിൽ വരും, ആ പേര് കൊടുക്കുക. വിൽപ്പനക്കാരന്റെ പേര്, ആർക്കാണ് നമ്മളെ വിൽപ്പന നടത്തുന്നത്. ഈ CKCക്ക് ആണെങ്കിൽ ഏത് CKCക്ക് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യും, ആ CKCയുടെ പേര് കൊടുക്കുക. നമ്മളൊരു LSJ വെണ്ടർക്കാണ്, പുറത്തുള്ള ഒരു പ്രൈവറ്റ് ഏജൻസിക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ പേര് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് വരും, അവരുടെ പേര് ഏതാന്നുള്ളത് കൊടുക്കുക. പിന്നെ വിൽപ്പന തരം, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേർതിരിച്ചതാണോ തിരിക്കാത്തതാണോ നിരസിച്ചതാണോ ആ ലിസ്റ്റ് കൊടുക്കുക. ഇപ്പൊ തിരിച്ചതാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതാണ് സബ് കാറ്റഗറി ചോദിക്കും, ഏതാഴ്ചയാണ് നമ്മൾ വിൽക്കുന്നത്, സബ് കാറ്റഗറി ഉപവിഭാഗം ഏതാണ്, പ്ലാസ്റ്റിക് ആണെങ്കിൽ അതിന്റെ ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്, അതിന്റെ ഇനം എങ്ങനെയാണെന്നില്ല, ഇനത്തിന്റെ തരം, കെട്ടിയതാണോ കെട്ടാത്തതാണോ, ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അത് എങ്ങനെയാന്നുള്ളത് അതിൽ കൊടുക്കുക. പിന്നെ വരുന്ന എത്ര കിലോ, ആ കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു എമൗണ്ട് അവിടെ വരും. ഇനത്തിന്റെ നിരക്കും അതുപോലെ തന്നെ സബ് കാറ്റഗറി നിരക്കും നമ്മൾ LSJ വെണ്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. അത് എങ്ങനെയാന്നുള്ളത് പറഞ്ഞു തരാം. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എത്ര കിട്ടാനുള്ളത് വരും. ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ചേർക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പേജിലോട്ട് വന്നിട്ട് ഇങ്ങനെ കാണിക്കാം. അത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
സ്റ്റോക്കിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് കൊടുക്കാം. അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യാനുണ്ടെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കാം. പിന്നെ വരുന്ന നമുക്ക് ഇനി ഒന്നും കൂടി കൂടുതലായിട്ട് ഒരു ഇതും കൂടി ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇനം ചേർക്കുക എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പൊ വേർതിരിക്കാത്തതെന്നാണെങ്കിൽ വേർതിരിക്കാത്തതെന്ന് കൊടുക്കാം. കാരണം നമ്മൾ വേർതിരിച്ചതെന്ന് കൊടുത്തു. വേർതിരിക്കാത്തതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ആ സബ് കാറ്റഗറി ഉണ്ടാവില്ല. അത് മാത്രം നോക്കിയാൽ മതി. വേർതിരിച്ചതാകുമ്പോൾ സബ് കാറ്റഗറി ഉണ്ടാകും. വേർതിരിക്കാത്തതെന്ന് കാരണം സബ് കാറ്റഗറി ഇല്ല. ഏതാണോ സബ് കാറ്റഗറി, ഏതാണോ കാറ്റഗറി, ഏതാണോ ഐറ്റം അത് മാത്രം കൊടുക്കുക. ഇനത്തിന്റെ തരം അത് ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ളത് ചോദിക്കും, അത് കൊടുക്കുക. എത്ര കിലോ ഉണ്ടെന്നുള്ളത് ചോദിക്കും. ആ ഇനത്തിന്റെ നിരക്ക്, കാരണം സബ് കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട് ഏതാണോ ഐറ്റം അതിന്റെ മാത്രമേ കാണിക്കുള്ളൂ. അത് എത്ര രൂപക്ക് ഉണ്ട് എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ ചേർക്കുക എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ നിരസിച്ചവയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരസിച്ചവ എന്നുള്ളതിന് 2 ഓപ്ഷൻ വരും. അത് വേർതിരിച്ചതാണോ തിരിക്കാത്തതാണോ. വേർതിരിച്ചതാണെങ്കിൽ അത് സബ് കാറ്റഗറി ചോദിക്കും. വേർതിരിക്കാത്തതാണെങ്കിൽ സബ് കാറ്റഗറി ഉണ്ടാവില്ല. ഏതാണോ മാലിന്യം എന്നുള്ളത് കൊടുക്കുക. അത് ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. എത്ര കിലോ ഉണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, ആ പേയ്മെന്റ് അതിൽ വരും. ഇങ്ങനെയാണ് സെയിൽസിന്റെ ഫസ്റ്റ് ഘട്ടം വരുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ 3 ഓപ്ഷനിലും ചെറിയൊരു വ്യത്യാസം വരുന്ന ഒരു ഓപ്ഷനാണിത്. ഈ സെയിൽസിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് സെയിൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജ് വരും. അതിൽ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരെ ഏത് MCF ആണോ, അതായത് ഏത് MCF നിന്നാണോ വിൽപ്പന നടത്തുന്നത് ആ MCFന്റെ പേര് അത് സെലക്ട് ചെയ്യാം. ഇനി ആർക്കാണ് വിൽക്കുന്നത്, ഇനി CKCക്കാണോ അല്ലെങ്കിൽ വെണ്ടർമാർക്കാണോ, പ്രൈവറ്റ് വെണ്ടർമാർക്കാണെങ്കിൽ അവരെ ലിസ്റ്റ് അതിൽ വരും. അത് സെലക്ട് ചെയ്യാം. വിൽപ്പന തരം ഏതാണ് നമ്മൾ വിൽക്കുന്നത്, വേർതിരിച്ചതാണോ, സെഗ്രിഗേഷൻ കഴിഞ്ഞതാണോ, സെഗ്രിഗേഷൻ ചെയ്യാത്തതാണോ, അല്ലെങ്കിൽ റിജക്ട് ചെയ്തതാണോ, ഇതിൽ ഏതാണ് നമ്മൾ വിൽപ്പന നടത്തുന്നതിൽ കൊടുക്കാം. അതിൽ സെഗ്രിഗേഷൻ കഴിഞ്ഞ വേർതിരിച്ചതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നെക്സ്റ്റ് പേജിൽ വരിക ഏതാണ് ആ കാറ്റഗറി, ഏത് ഐറ്റം ആണ് വിൽക്കുന്നത് അതിന്റെ സബ് കാറ്റഗറി ചോദിക്കും. അത് ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഏതാന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ എത്ര കിലോ എന്നുള്ളത് ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്രാം, അതായത് മെയിൻ കാറ്റഗറി ഐറ്റത്തിന്റെ ഗ്രാമിന് എത്ര രൂപയാണെന്നുള്ളത് ചോദിക്കും. സബ് കാറ്റഗറി എത്ര രൂപ എന്നുള്ളത് അതിൽ വരും. അതിന്റെ ടോട്ടൽ അവിടെ കാണിക്കും. ഇത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നതല്ല, LST വെണ്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം. ഇനിയിപ്പോ വേർതിരിക്കാത്തതാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ കാറ്റഗറി മാത്രമേ കൊടുക്കാണ്ടാവും, സബ് കാറ്റഗറി ഉണ്ടാവില്ല. ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. എത്ര കിലോ ഉണ്ടെന്നുള്ളത് കൊടുക്കുക. ചേർക്കുക എന്നുള്ളത് കൊടുക്കുക. ഇനി റിജക്ട് ചെയ്ത് നിരസിച്ചതാണെങ്കിൽ അതിൽ 2 ചോദ്യം വേറെ വരും. അതായത് വേർതിരിച്ചതാണോ തിരിക്കാത്തതാണോ എന്നുള്ളത്. അപ്പൊ വേർതിരിച്ചതാണെങ്കിൽ അതിൽ സബ് കാറ്റഗറി ചോദിക്കും. വേർതിരിക്കാത്തതാണെങ്കിൽ, വേർതിരിച്ചിട്ടില്ല അല്ലെങ്കിൽ സെഗ്രിഗേഷൻ ചെയ്യാത്തതാണെങ്കിൽ സബ് കാറ്റഗറി ഉണ്ടായില്ല. ഏതാണോ ഐറ്റം അത് ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര രൂപ എന്നുള്ളത് അതിൽ വരും. അത് ചേർക്കുക എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയി. ഇതൊക്കെയാണോ? ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? നമ്മുടെ റിജക്റ്റിന് ക്യാഷ് അങ്ങോട്ട് കൊടുക്കല്ല, അപ്പൊ അതിനകത്ത് എങ്ങനെ വരാം? ക്യാഷ് അങ്ങോട്ട് കൊടുക്കല് ചെയ്യുന്ന ഏജൻസിക്ക്, അപ്പൊ അതിനകത്ത് എങ്ങനെ വരും? നമുക്ക് മൈനസ് അറിഞ്ഞാണ്ട് കാണിക്കാം. ഇത് ഈ കാണിക്കണ പോലെ ഈ ഒരു പേജിൽ കാണില്ല -1000. കാരണം അങ്ങോട്ട് കൊടുക്കണ റിജക്റ്റിന് വരുമ്പോൾ നിരസിച്ചത് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മൈനസ് ആയിട്ടാണ് കാണിക്കുക. ബാക്കിയെല്ലാം പ്ലസ് ആയിരിക്കും. കാരണം ഇതൊക്കെ റിജക്ട് ആയതുകൊണ്ടാണ് ഇതൊക്കെ മൈനസ് ആണ് അതിൽ കാണിക്കുക. നമ്മൾ സാധാരണ നമുക്ക് സെയിൽസ് ഇങ്ങോട്ട് പൈസ കിട്ടുന്നതാണെങ്കിൽ ഇതുപോലെ പോസിറ്റീവായിട്ട് കാണിക്കും. ഇല്ലെങ്കിൽ നമുക്ക് റിജക്ട് നിരസിച്ചത് കൊടുക്കുകയാണെങ്കിൽ മൈനസ് ആയിട്ടാണ് നമുക്ക് ഡീറ്റെയിൽസ് വരിക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് വേറെ ഉണ്ടോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സ്റ്റോക്കിന് ആൻഡ് സെഗ്രിഗേഷൻ നമുക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല? അത് ചെയ്യണം എന്നാണ്. കാരണം സ്റ്റോക്ക് നമുക്ക് ദിവസം ഡെയിലി അപ്ഡേറ്റ്. അങ്ങനെ സ്റ്റോക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ
ഇപ്പൊ നിലവിൽ നമ്മൾ സാധാരണ രീതിയിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ വാർഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വേസ്റ്റ് നമ്മളിപ്പോ അവര് ആപ്ലിക്കേഷൻ ലെവലിൽ അപ്പൊ അവരൊരു ആവറേജ് വെയിറ്റേ കൊടുക്കുന്നുള്ളൂ. അധികം സ്ഥലത്ത് നമ്മൾ വെയിങ് മെഷീൻ ഉപയോഗിക്കുന്നത്, അപ്പൊ ആവറേജ് വെയിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അന്നന്ന് കൊണ്ടുവരുന്ന വേസ്റ്റ് MCF നിന്ന് വെയിറ്റ് എടുത്തിട്ട് സ്റ്റോക്കിംഗ് കൊടുക്കുന്നത് നന്നായിരിക്കും. അന്ന് സ്റ്റോക്കിന് എന്തായാലും കൊടുക്കുക, അന്ന് സെഗ്രിഗേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെഗ്രിഗേഷനും അന്നന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അത് രണ്ടും ഡെയിലി ചെയ്യേണ്ട പ്രോസസ് ആണ് അല്ലേ? ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് സെഗ്രിഗേഷൻ പെട്ടെന്ന് കഴിഞ്ഞു പോകും. കാരണം സ്റ്റോക്കിന് എന്തായാലും അന്നു തന്നെ ചെയ്യാം. കാരണം എത്ര സ്റ്റോക്കാണ് കൊണ്ടുവരുന്നത് അത് വെയിറ്റ് എടുത്തിട്ട് അന്ന് തന്നെ സ്റ്റോക്കിങ് ചെയ്യാം. കാരണം സെഗ്രിഗേഷൻ ചെയ്തതാണോ ചെയ്യാത്തതാണോ നമുക്ക് ഓപ്ഷൻ കൊടുക്കാമല്ലോ. ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും സ്റ്റോക്കിങ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഓഫീസിൽ ചെയ്യാൻ പറ്റുമോ? ലൊക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ? അല്ല, ഇത് ലൊക്കേഷനിലല്ല. ഓക്കെ. കാരണം ആപ്ലിക്കേഷൻ വെച്ചാകുമ്പോൾ നമുക്ക് MCF പോകേണ്ടി വരും. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കിട്ടിയാൽ ചെയ്തൂടെ? അല്ല, അത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കണം. കാരണം MCF വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് മിനി MCF ആ ഇഷ്യൂ ഉണ്ട്. നമുക്ക് മിനി MCF ലൊക്കേഷൻ വേണം. MCF എന്തായാലും അറിയിക്കാം സാറേ. ഒന്നും കൂടി കൺഫർമേഷൻ കൊടുത്തു. കാരണം MCFന് വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി വേണോ എന്നുള്ളത് അറിയിക്കാം. നമ്മൾ ഈ ലൊക്കേഷൻ മാപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഡൗട്ട് ഉണ്ട് അതില്. നമുക്ക് വിൽപ്പനന്റെ ഫസ്റ്റ് ഇത് നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മൾ എങ്ങോട്ടാണ് വിൽക്കണം എന്നുള്ളത് കൊടുത്തു. LSJ വെണ്ടർ ആണെങ്കിൽ അങ്ങനെ കൊടുത്തു. നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വേറൊരു ഓപ്ഷൻ കണ്ടിരുന്നത്. നമ്മളിവിടെ കൊടുത്ത MCFന്റെ പേര്, വിൽപ്പനക്കാരന്റെ പേര്, വിൽപ്പന തരം, ഇവിടുന്ന് നമ്മൾ ആഡ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കൈമാറിയത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് താഴെ കാണിക്കും. ഈ ഒരു പേജ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇതിൽ ഉണ്ടാവും. പക്ഷെ ഇത് ലാസ്റ്റ് നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം ഇവിടെ നമ്മൾ MCF എന്നാണ് പോകുന്നത്, ആർക്കാണ് പോകണത് എന്നുള്ളത് സെലക്ട് ചെയ്തു. തരം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ആയിട്ടാണ് കൊടുക്കാറ്. അതിനെ ചേർക്കുക എന്നുള്ളതാണ് സെലക്ട് ചെയ്യാറ്. ഇത് നമുക്ക് ലാസ്റ്റ് വരുന്നത് കൈമാറിയത്. അതായത് ആർക്കാണ് കൈമാറിയത്, ആരാണ് സ്വീകരിച്ചത്, ആരാണ്. ഇപ്പൊ കൈമാറിയത് പേര് ഇപ്പൊ ഹരിതകർമ്മസേനന്റേതാണെങ്കിൽ അല്ലെങ്കിൽ ഹരിതകർമ്മസേന എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഹരിതകർമ്മസേനന്റെ പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ് ഹരിതകർമ്മസേന എന്നുള്ളത് കൊടുക്കുക. എന്താണ് അവരുടെ പദവി എന്നുള്ളത് കൊടുക്കുക. ബന്ധപ്പെടുക, കോണ്ടാക്ട് നമ്പർ ആണ് ഇതിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആരാണ് ആ വേസ്റ്റ് സ്വീകരിച്ചത്. ഒരു പ്രൈവറ്റ് വെണ്ടർ ആണെങ്കിൽ ഏത് ഏജൻസിയാണ് അവരെ പേര് കൊടുക്കുക, ആരാണ് കൈപ്പറ്റാൻ വന്നത്, ആ വന്ന ഉദ്യോഗസ്ഥന് ആരായിരുന്നു എന്നുള്ളത് കൊടുക്കുക, ആ ഫോൺ നമ്പർ കൊടുക്കുക, സേവ് കൊടുക്കുക. ഇതും കൂടി നമുക്ക് അതിൽ ചേർക്കാനുള്ളതാണ്. സെയിൽസിലുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. അത് അതിന്റെ താഴെ തന്നെ വരുന്നതാണ്. നമ്മൾ സെയിൽ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ആ കൈമാറിയത് അല്ലെങ്കിൽ സ്വീകരിച്ചെന്നുള്ള ഓപ്ഷൻ അതിൽ തന്നെ കാണിക്കും. എന്ത് ചെയ്യുക, നമ്മൾ ഈ വേസ്റ്റുകളൊക്കെ ആഡ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ആയിട്ട് ആരാണ് കൈമാറിയത്. ഇപ്പൊ ഹരിതകർമ്മസേനയ്ക്ക് ഹരിതകർമ്മസേന, അതിൽ ഏത് വ്യക്തിയാണ്, ഹരിതകർമ്മസേന സെക്രട്ടറി ആണെങ്കിൽ ഹരിതകർമ്മസേന സെക്രട്ടറി, പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ്, അങ്ങനെ എന്താണ് അവരുടെ സ്റ്റാറ്റസ്, പദവി എന്നുള്ളത് കൊടുക്കുക, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, ആരാണ് സ്വീകരിച്ചത്, അതായത് ആർക്കാണ്. ഇപ്പൊ LSJ വെണ്ടർക്കാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ CKC കൊടുത്തതെങ്കിൽ ആർക്കാണ് കൊടുത്തത്, ആ വന്ന ഉദ്യോഗസ്ഥന്റെ പദവി എന്തായിരുന്നു, അവരുടെ ഫോൺ നമ്പർ എന്താണ്, സേവ് കൊടുക്കുക. ഇതൊക്കെ അല്ലേ. ഇതും കൂടി നമുക്ക് സെയിൽസ് നിലയിൽ ആഡ് ചെയ്യാൻ ഓപ്ഷനാണ്. സാധനം ഡ്രൈവർമാരെ വരണം. അപ്പൊ അവരെ പേര് കൊടുക്കാം. ഡ്രൈവർമാരുടെ ഒരു പേര് കൊടുത്താൽ മതി. കാരണം അതിന് പദവി ചോദിക്കുന്നുണ്ടല്ലോ. കാരണം ഹരിതകർമ്മസേന സെക്രട്ടറി പ്രസിഡന്റ്, കാരണം അവർക്കാണല്ലോ ഒരു ഉത്തരവാദിത്വം വരുന്നത്. അപ്പൊ ആരാണോ ചെയ്തിട്ടുള്ളത്, ഇനിയിപ്പോ അവരല്ല, ഇനി വേറെ ആരെങ്കിലും ആണ് സെയിൽസ് കൊടുത്തത്. ഇപ്പൊ കോർഡിനേറ്റർമാരുണ്ടെങ്കിൽ, ഇനിയിപ്പോ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, അതായത് ആരാണോ കൈമാറിയത് അവരുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്, ആരാണോ സ്വീകരിച്ചത് അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ ആഡ് ചെയ്യാവുന്നത്. നമുക്ക് ആ ഫസ്റ്റ് പേജ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഉണ്ടാക്കും. അത് ലാസ്റ്റ് ചെയ്യായിരിക്കും നല്ലത്. നമ്മൾ ആഡ് ആയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യാം. കാരണം എങ്കിൽ മാത്രം നമുക്ക് സേവ് ഓപ്ഷൻ കൊടുക്കാൻ കഴിയാം. ഓക്കെ ആണോ? നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ് പോർട്ടൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ MCF എന്നുള്ളതിൽ സ്റ്റോക്ക് സെയിൽസ് എന്നുള്ളതിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണിക്കും. ഇതിൽ കാണാൻ CKC കൊടുത്തു, അത് ഹാൻഡഡ് ഓവർ ബൈ എന്നുള്ള ഫോൺ നമ്പർ, ആരാന്നുള്ളത്, എത്ര രൂപത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെബ് പോർട്ടലിൽ കാണാൻ കഴിയും. നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ ചെയ്ത് വെച്ച് നമുക്ക് വെബ് പോർട്ടലിൽ കാണാൻ കഴിയും. സെയിൽസ് ഒന്നും കൂടി പറയാം. നമ്മൾ MCF
യൂസർ നെയിം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഓപ്ഷൻ ആണുള്ളത്. അതിൽ ഒന്നാണ് സെയിൽസ്, അത് വിൽപ്പന എന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റ ലഭ്യമല്ല, ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഡാറ്റ ലഭ്യമല്ല എന്നുള്ള ഒരു ബ്ലാങ്ക് പേജ് ആണ് ഓപ്പൺ ആകുക. അതിൽ താഴത്തെ ഒരു ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരെ MCFന്റെ പേര്, അതായത് ഏത് MCFിൽ നിന്നാണ് വേസ്റ്റ് വിൽപ്പന നടത്തുന്നത്, MCFന്റെ പേര് കൊടുക്കാം. എങ്ങോട്ടാണ് വിൽപ്പന നടത്തുന്നത്, അതായത് ആരാണ് വിൽപ്പനക്കാരൻ ആരാന്നുള്ളത്. ഇപ്പൊ CKC ആണെങ്കിൽ CKC, ഈ പ്രൈവറ്റ് ഏജൻസി LSJ വെണ്ടർമാരാണെങ്കിൽ LSJ വെണ്ടർ എന്ന് കൊടുക്കാം. ഏത് തരം, അതായത് വിൽപ്പന തരം ഏതാണ്, വേർതിരിച്ചതാണോ വേർതിരിക്കാത്തതാണോ അല്ലെങ്കിൽ നിരസിച്ചതാണോ എന്നുള്ളത് കൊടുക്കാം. വേർതിരിച്ചതാണ് സെയിൽസ് ചെയ്യുന്നതെങ്കിൽ ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് ഐറ്റം എന്നുള്ളത് ചോദിക്കും, അതിന്റെ സബ് കാറ്റഗറി ചോദിക്കും. അതിൽ തന്നെ പിന്നെ ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ളത് ചോദിക്കും, എത്ര കിലോ എന്നുള്ളത് ചോദിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ചേർക്കുക എന്നുള്ളത് കൊടുക്കുക. ഇനി വേറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. ഇനി വേർതിരിക്കാത്തതാണെങ്കിൽ നമുക്ക് അതിൽ ചോദിക്കാം ഏതാണ് ഐറ്റം, ഏത് ഐറ്റം വേസ്റ്റ് ആണ് കൊടുക്കുന്നത്, അത് ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ, അത് എത്ര കിലോ ഉണ്ട്. കാരണം അതിൽ നമുക്ക് സബ് കാറ്റഗറി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ റിജക്ട്, നിരസിച്ചതാണെങ്കിൽ അതിൽ 2 ഓപ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേർതിരിച്ചത് തിരിക്കാത്തതാണ് ഓപ്ഷൻ കാണിക്കും. അതിൽ വേർതിരിച്ചതാണ് കൊടുത്തതെങ്കിൽ സബ് കാറ്റഗറി ചോദിക്കും, ഐറ്റത്തിന്റെ കൂടെ അതിന്റെ സബ് കാറ്റഗറിയും ചോദിക്കും. ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ളത് ചോദിക്കും. അതിന്റെ താഴെ ആയിട്ട് എത്ര കിലോ എന്നുള്ളത് കൊടുക്കുക, ചേർക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എമൗണ്ട് എത്ര രൂപക്കാണെന്നുള്ളത് ഇപ്പൊ സെയിൽസിന്റെ കാണിക്കും. റിജക്റ്റ് ആണെങ്കിൽ ഇതുപോലെ മൈനസ് എന്നുള്ള രീതിയിൽ കാണിക്കും. റിജക്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് മൈനസ് കാണിക്കും. വേർതിരിക്കാത്തതാണെങ്കിൽ സബ് കാറ്റഗറി ഉണ്ടാവില്ല, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വേർതിരിച്ചതാണെങ്കിൽ സബ് കാറ്റഗറി കൊടുക്കേണ്ടി വരും. വേർതിരിച്ചിട്ടില്ല എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സബ് കാറ്റഗറി ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഈ ബെയിൽഡ് ആണോ അൺബെയിൽഡ് ആണോ എന്നുള്ളത് കൊടുക്കുക, എത്ര കിലോ എന്നുള്ളത് കൊടുക്കുക, ചേർക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ റിജക്റ്റ് ആണെങ്കിൽ മൈനസ് അറിഞ്ഞ് കാണിക്കും. അല്ലാത്തത് വിൽപ്പനയാണെങ്കിൽ നമുക്ക് സാധാ പോലെ തന്നെ എത്ര രൂപക്കാണെന്നുള്ളത് കാണിക്കും. പിന്നെ അതിന്റെ താഴെ വരുന്നത് ആരാണ് കൈമാറിയത്, അതാ വേസ്റ്റ് ആരാണ് കൈമാറിയത്, അവരുടെ പേര്, അവരുടെ പദവി, അവരുടെ ഫോൺ നമ്പർ, പിന്നെ ആരാണ് അത് സ്വീകരിച്ചത്. ഇപ്പൊ CKSന്റെ ആണെങ്കിൽ CKSന്റെ ആരാണ് സ്വീകരിച്ചത്. ഇപ്പൊ LSJ വേണ്ടതാണെങ്കിൽ അവരിൽ ആരാണ്, ഏത് ഉദ്യോഗസ്ഥൻ വന്നിട്ടാണ് സ്വീകരിച്ചത് എന്നുള്ളത് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ വെബ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ സേവ് ആയിട്ട് കാണാം. വെബ് പോർട്ടലിൽ സൈഡ് ബാറിൽ MCF എടുത്ത് സ്റ്റോക്ക് സെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ഡീറ്റെയിൽസ് ഫുൾ വരും. എത്ര രൂപക്ക് വിറ്റു, എന്നാണ്, ഏത് സമയത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നേരത്തെ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? സ്റ്റോക്ക് സെയിൽസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? MCF നമ്മൾ സെയിൽസ് നടത്തുന്നതില് ഹലോ, ഓക്കെ ആണോ? ഇനിയും പറയണമെങ്കിൽ ഇനിയും പറയാം. ഓക്കെ ആണോ? MCFന്റെ സ്റ്റോക്കിൻ സെഗ്രിഗേഷൻ, സ്റ്റോക്ക് ട്രാൻസ്ഫർ, അതേപോലെ സെയിൽസ്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയോ? ഓക്കെയാണ്. ഓക്കെ, നമുക്ക് പിന്നെ വരുന്നത് RRF ആണ്. RRF ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യണത്. RRFിൽ സ്റ്റോക്കിംഗ് ഉണ്ട്, പിന്നെ വേർതിരിക്കൽ ഉണ്ട്, സെയിൽസ് ഉണ്ട്, ഷ്രെഡഡ് പ്ലാസ്റ്റിക് ഉണ്ട്. പിന്നെ അതിൽ വരുന്ന ട്രാൻസ്ഫർ ഉണ്ടാവില്ല, സ്റ്റോക്ക് വേരിഫിക്കേഷൻ ആണ്. സ്റ്റോക്ക് വേരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. സ്റ്റോക്കിൻ അറിയുന്നത് നമ്മൾ MCFിൽ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേ പ്രൊസീജിയർ തന്നെയാണ് RRFിലും സ്റ്റോക്കിലും വരുന്നത്. നമുക്ക് സ്റ്റോക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജ് ഓപ്പൺ ആകും. ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എവിടുന്നാണ് കൊടുക്കുന്നത്, ഏത് വർക്കറാണ്, ഏത് വാർഡെന്നാണ്, അതുപോലെ സ്റ്റോക്കിൻ തരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
വേർതിരിക്കാത്തത്, വേർതിരിച്ചത്, നിരസിച്ചത് എന്നുള്ള ഓപ്ഷൻസ് തന്നെയാണ് വരിക. അപ്പൊ അതിൽ ഏതാന്നുള്ളത് കൊടുത്താൽ വേർതിരിച്ചതാണെങ്കിൽ സബ് കാറ്റഗറി ചോദിക്കും, വേർതിരിക്കാത്തതാണെങ്കിൽ ഏതാണ് ഐറ്റം എന്നുള്ളത് മാത്രം കൊടുത്താൽ മതി. അതിന്റെ കിലോ കൊടുക്കുക, ചേർക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ വെബ് പേജിൽ നമ്മൾ RRF മില്ലിന്റെ താഴെ സ്റ്റോക്കിൽ അത് കാണിക്കും. ആ രീതിയിലാണ് അത് പോകുന്നത്. അതുപോലെ വേരിഫിക്കേഷൻ വരുന്നത്, വെരിഫിക്കേഷന്റെ പേജ് കാണിച്ചു തരാം. നമ്മൾ സ്റ്റോക്കിൻ MCF അതേപോലെ തന്നെയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വെബ് പോർട്ടലിൽ വന്നാൽ RRF സ്റ്റോക്കിനിൽ ആ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഇനിയിപ്പോ വിൽപ്പനയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ്. MCF എങ്ങനെയാണോ നമ്മൾ സെയിൽസ് നടത്തുന്നത് അതേ രീതിയിൽ തന്നെയാണ് RRFലും സെയിൽസ് വരിക. കാരണം RRF നമുക്ക് അധികം ഉപയോഗിക്കാനില്ല. RRFലാണെങ്കിലും ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് എവിടുന്നാണ് വിൽക്കുന്നത്, MCFന് പകരം അത് RRFന്റെ പേരായിരിക്കും. ആർക്കാണോ വിൽക്കുന്നത്, ഏത് തരം, അതായത് സഗ്രിഗേഷൻ ചെയ്തതാണോ ചെയ്യാത്തതാണോ റിജക്ട് വേസ്റ്റ് ആണോ, അത് എങ്ങനെയാണ് വിൽക്കണം എന്നുള്ളതും എല്ലാം അതേ രീതിയിൽ തന്നെയാണ് വരിക. സഗ്രിഗേഷൻ ആയാലും നമ്മൾ MCFൽ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്, കാരണം MCFൽ സഗ്രിഗേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഐറ്റം, അതിന്റെ സബ് കാറ്റഗറി, എത്ര കിലോ, സേവ്, ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അതേ രീതിയിൽ തന്നെയാണ് RRFലും നമ്മൾ സ്റ്റോക്ക് സഗ്രിഗേഷൻ ചെയ്യുന്നത്. സഗ്രിഗേഷൻ എന്നുള്ള കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. പിന്നെ വരുന്നതാണ് ഷ്രെഡഡ് പ്ലാസ്റ്റിക് എന്നുള്ളൊരു ഓപ്ഷൻ. അതും ഈ പറയുന്ന പോലെ ഷ്രെഡ് പ്ലാസ്റ്റിക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ നമ്മളെ പേജ് ഓപ്പൺ ആകും. അതിൽ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇനത്തിന്റെ പേര്, അതിന്റെ സബ് കാറ്റഗറി എന്താണ്, അതുപോലെ എത്ര കിലോ ഉണ്ട്, സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയി. നമ്മൾ സ്റ്റോക്കിൻ കൊടുക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ വേർതിരിക്കുന്ന പോലെ തന്നെയാണ് ഷ്രെഡഡ് പ്ലാസ്റ്റിക് എന്നുള്ള RRF ഷ്രെഡഡ് എന്നുള്ളതിൽ അത് ഈ ഒരൊറ്റ പേജ് മാത്രമേ അതിലും കൊടുക്കാനുള്ളൂ. ഇത് നമുക്ക് വരുന്നത് സ്റ്റോക്ക് വേരിഫിക്കേഷൻ. സ്റ്റോക്ക് വേരിഫിക്കേഷൻ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ജസ്റ്റ് RRF ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ MCF നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു MCF RRFലോട്ട് വേസ്റ്റ് ട്രാൻസ്ഫർ എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, ട്രാൻസ്ഫർ നിലയിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അത് ജസ്റ്റ് അപ്രൂവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് സെലക്ട് ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ MCF എന്നുള്ള സ്റ്റോക്ക് RRFലോട്ട് വെരിഫൈ ചെയ്തു എന്നുള്ളതായി. അത്ര മാത്രമേ നമുക്ക് സ്റ്റോക്ക് വേരിഫിക്കേഷനിൽ വരുന്നത്. ഇപ്പൊ RRFന്റെ ഓക്കെ അല്ലേ? കാരണം രണ്ടും ഒരേ MCF ആണെങ്കിൽ RRF ആണെങ്കിൽ പ്രൊസീജിയർ ഒന്നാണ്. ഇതിൽ രണ്ട് ഓപ്ഷൻസേ മാറ്റുള്ളൂ, ഒന്ന് സ്റ്റോക്ക് വെരിഫിക്കേഷനും ഒന്ന് ഷ്രെഡഡ് പ്ലാസ്റ്റിക്കും. ഇപ്പൊ ഷ്രെഡഡ് പ്ലാസ്റ്റിക് നമ്മൾ സഗ്രിഗേഷൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഏതാണ് കാറ്റഗറി എന്ന് കൊടുക്കുക, അതിന്റെ സബ് കാറ്റഗറി എത്ര എന്ന് കൊടുക്കുക, എത്ര കിലോ ഉണ്ടെന്ന് കൊടുക്കുക, സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണോ സഗ്രിഗേഷൻ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് അങ്ങനെ ഈ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ അതിലും ഉള്ളൂ. ഇനിയിപ്പോ വേരിഫിക്കേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ വെരിഫൈ നിങ്ങളുടെ അതിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ MCF ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ MCF കൊടുത്തതെങ്കിൽ അതാത് RRFൽ ഏത് RRFലാണോ കൊടുത്തിട്ടുള്ളത് ആ RRFൽ അത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ വേണ്ടി വന്നിട്ടുണ്ടാകും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് RRFലോട്ട് മാറി. RRF സ്റ്റോക്കിനിലോട്ട് ആ MCF സ്റ്റോക്ക് RRF സ്റ്റോക്ക് ഇന്നിലോട്ട് മാറും. അതാണ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ എന്നുള്ളത്. അത് നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഞാൻ പെരിന്തൽമണ്ണ MCFന്റെ ചാർജുകൾ ജയിച്ചാണ് അപ്പൊ ഇതില് സ്റ്റോക്ക് ഇന്നിന്റെ ഇത് നമ്മൾ ഫോട്ടോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്ന് MCF സ്റ്റോക്കിന്. പക്ഷെ സ്റ്റോക്ക് അത് ക്ലിയർ ചെയ്തിട്ട് പിന്നെ അത് ചെയ്യുമ്പോൾ അതിന് മേലുള്ള ഓപ്ഷൻ കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഇത് നേരത്തെ നിലവിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അത് സേവ് ആവുന്നില്ല. സാർ ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് നോക്കുക ആപ്ലിക്കേഷന്. ആപ്ലിക്കേഷൻ ലോഗ് ഔട്ട് ചെയ്തൊന്നും കൂടി ലോഗിൻ ചെയ്ത് നോക്കുക. ചിലപ്പോ ആയിട്ടുണ്ടാവും, ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് സാർ ഇത് 3 ദിവസമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാർ വെബ് പോർട്ടൽ ചെക്ക് ചെയ്ത് നോക്കിയോ? അതെ, ഞാൻ ഓരോ തവണയും ഞാൻ ചെയ്യുമ്പോൾ അടുത്ത ദിവസം ചെയ്യുമ്പോൾ ഞാനിത് ലോഗ് ഔട്ട് ചെയ്തിട്ടാണ് വീണ്ടും ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ അവർ കാണിക്കുന്നത് ഓൾറെഡി നിലവിലുണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ സാർ ഒന്ന് ചെക്ക് ചെയ്തോ. നമ്മൾ വെബ് പോർട്ടൽ സാർ അല്ലെങ്കിൽ വെബ് പോർട്ടലിൽ നമ്മളെ MCF സ്റ്റോക്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അതിൽ വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. ചിലപ്പോൾ അതിൽ എൻ്റർ ആയിട്ടുണ്ടാവും അത്. ഓക്കെ, ഇല്ലെങ്കിൽ സാറൊന്ന് കോൾ ചെയ്താൽ മതി. സാറേ എനിക്ക് അതിന്റെ PPT ഒന്ന് അയച്ചല്ലോ സാർ. അയച്ചുതരാം, അത് പറയാം, അയച്ചുതരാൻ പറയാം. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ മെയിൽ അയച്ചല്ലോ സാർ. ഞാൻ പറയാം, കമ്മീഷനിലോട് പറയാം എങ്ങനെയാന്നുള്ളത് പറയാം.
പ്രൈവറ്റ് ഏജൻസി ആഡ് ചെയ്യുന്നതെന്ന് പറയാമോ? അത് പറയാന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞു. ഓക്കെ നമ്മൾ ലാസ്റ്റ് അതിലേക്കാണ് പോണത്. അതിന്റെ അതിൽ RF ഒന്ന് ക്ലിയർ ആക്കിയെന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ലാസ്റ്റ് നമ്മുടെ സെയിൽസിന് വേണ്ടിയിട്ട് നമുക്ക് വെണ്ടറെ ക്രിയേറ്റ് ചെയ്യണം. ആരാണ് വെണ്ടർ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എങ്ങനെ ഒരു വെണ്ടറെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇരുന്നോളൂ. ഇതൊക്കെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഉണ്ടല്ലോ. ജസ്റ്റ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എവിടുന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. സേവ് കൊടുത്താൽ മതി. ഇതാണ് സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു വെണ്ടർ ക്രിയേറ്റ് ചെയ്യണം. LSJ വെണ്ടർ. സാധാരണ CKCക്ക് മാത്രമാണ്, പുറത്തുള്ള ഏജൻസികളും വേസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു വെണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗന്ദര്യത്തിന്റെ രഹസ്യം ഓക്കെ, നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സൈഡ് ബാറിൽ പോവുക. സൈഡ് ബാറിൽ യൂസേഴ്സ് ആൻഡ് ഓർഗനൈസേഷനിൽ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ വെണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസേഴ്സ് ആൻഡ് സൈഡ് ബാറിൽ യൂസേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ എടുക്കുക. അതിൽ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആകും. നമ്മൾ പഞ്ചായത്തിലുള്ള ഓർഗനൈസേഷൻ ലിസ്റ്റുകൾ വരും. ഇതിൽ MCF അതുപോലെ മിനി MCF പഞ്ചായത്ത് എല്ലാം ഓർഗനൈസേഷൻ ആയിട്ട് ഇതിലുണ്ടാവും. അപ്പൊ നമുക്കൊരു പുതിയ വെണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് ബട്ടൺ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജാണ് ഓപ്പൺ ആകുക. അപ്പൊ അതിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ ഓർഗനൈസേഷൻ കോഡ് കൊടുക്കാം. നമുക്കൊരു ഓർഗനൈസേഷൻ കോഡ് ഉണ്ട്. ആ ഓർഗനൈസേഷൻ കോഡ് കൊടുക്കുക. പിന്നെ ഓർഗനൈസേഷൻ നെയിം എന്താണ്, ആ ഓർഗനൈസേഷൻ നെയിം എന്നുള്ളത് കൊടുക്കുക. മഞ്ചേരി മുനിസിപ്പാലിറ്റി കൊടുക്കുക. പിന്നെ വേണ്ട നമുക്കിവിടെ ലാംഗ്വേജ് ആണ്. നമുക്ക് 2 ലാംഗ്വേജ് കൊടുക്കാം. ആദ്യം വരുമ്പോൾ ഒരു ലാംഗ്വേജ് അവിടെ ഉണ്ടാകും. അപ്പൊ ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് വരുന്നത് ലാംഗ്വേജ് മലയാളം കൂടി കൊടുക്കണം. അപ്പൊ മലയാളം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണോ എന്നുള്ള മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഓർഗനൈസേഷൻ ടൈപ്പ് ഏതാണ് നമ്മൾ ഓർഗനൈസ്. അപ്പൊ ഇതിൽ പഞ്ചായത്ത് CKC വെണ്ടർ ഗോഡൌൺ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതിൽ LSJ വെണ്ടർ, നമ്മൾ LSJന്ന് ഡയറക്റ്റ് ആയിട്ട് വിൽപ്പന നടത്തുകയാണെങ്കിൽ LSJ വെണ്ടർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഏതാണ് സ്റ്റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഏതാണ് LSJ. ഇപ്പൊ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്, അതിൽ ഏത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഏത് പഞ്ചായത്താന്നുള്ളത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെണ്ടർ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് മുനിസിപ്പാലിറ്റിന്റെ പേരാണ്. നമ്മൾ സാധാരണ വെണ്ടർ നിലയിൽ കൊടുക്കേണ്ടത് ഏതാണോ വെണ്ടർ എന്നുള്ള അവരുടെ പേര് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ CKC ആണെങ്കിൽ CKC, അല്ലെങ്കിൽ വേറെ ഇതിൽ പറഞ്ഞ പോലെ തലശ്ശേരി LSJ വെണ്ടർ ആണെങ്കിൽ തലശ്ശേരി LSJ വെണ്ടർ. ഇപ്പൊ ഞാൻ മഞ്ചേരി മുനിസിപ്പാലിറ്റി ആയിട്ടാണ് ഒരു വെണ്ടറെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വെണ്ടർ ആരാണോ ഏജൻസി അവർക്കൊരു പേരുണ്ടാകുക. ആ ഒരു പേര് വെച്ചിട്ട്, കാരണം ഇവിടെ ഓർഗനൈസേഷൻ കോഡ് എന്നുള്ളത് എന്താണോ ഓർഗനൈസേഷൻ ഒരു കോഡ് കൊടുക്കണം. നമുക്കൊരു 3 അക്കമുള്ള കോഡ് കൊടുക്കണം. അവരെ പേര് കൊടുക്കുക. ഇംഗ്ലീഷിൽ അവരെ പേര് കൊടുക്കുക. പിന്നെ ഇവിടെ ആഡ് ബട്ടൺ കൊടുത്തിട്ട് മലയാളത്തിലും അവർ സെലക്ട് ചെയ്യുക. ഏതാണ് ഓർഗനൈസേഷൻ ടൈപ്പ്. LSJ വെണ്ടർ ആണെങ്കിൽ കൊടുക്കുക. സ്റ്റേറ്റ് കൊടുക്കുക. ഡിസ്ട്രിക്ട് കൊടുക്കുക. ഏത് LSJ എന്താണെന്നുള്ളത് കൊടുക്കുക. ഏതാണെന്നുള്ളത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ആയിട്ട് നമുക്ക് മഞ്ചേരി മുനിസിപ്പാലിറ്റി, ഇപ്പൊ വെണ്ടറിന്റെ പേരാണെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ ഏതാന്നുള്ളത് അതിൽ വരും. അതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്തെടുത്താൽ മതി. നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഏത് പേരിലാണോ ആ പേര് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ മഞ്ചേരി മുനിസിപ്പാലിറ്റി എന്നാണ് കൊടുത്തിരുന്നത്. അപ്പൊ മഞ്ചേരി മുനിസിപ്പാലിറ്റി LSJ വെണ്ടർ എന്നുള്ള കൊടുത്തു. അതിൽ എഡിറ്റ് കൊടുക്കണം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് ഇങ്ങനെ കാണും. അതിൽ നമുക്ക് മാറ്റം വരുത്താട്ടോ.
നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റം വരുത്താം. കോഡ് മാറ്റാൻ പറ്റില്ല, ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ അസൈൻ ഐറ്റം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ അസൈൻ ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാങ്ക് പേജ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ് ഐറ്റം ഉണ്ട്. ഇപ്പൊ പ്ലാസ്റ്റിക് സ്ക്രാപ്പ് റീസൈക്ലബിൾ ആണെങ്കിൽ അത് കൊടുക്കാം, ബെയിൽഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതിന് എത്ര കിലോ പെർ ഗ്രാമിന്, റേറ്റ് പെർ ഗ്രാം 1 രൂപയാണെങ്കിൽ 1 രൂപ എന്ന് കൊടുക്കുക. ഇപ്പൊ അൺബെയിൽഡ് കൊടുത്തു, ഫൈവ് ആണെങ്കിൽ ഏതാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ്. ഇപ്പൊ ട്രെയിനിങ് ആപ്പ് ആയതുകൊണ്ട് ഇതിൽ പോയിന്റ് വർക്ക് ആവില്ല. 0.5 എന്ന് കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ 1 രൂപയാണെങ്കിൽ 1 രൂപ എന്ന് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഐറ്റം സെലക്ട് ആയി അതിൽ തന്നെ നമുക്ക് സബ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ പ്ലാസ്റ്റിക് റാപ്പ് അൺബെയിൽഡ് പെർ ഗ്രാം 1 രൂപ കൊടുത്തു. പിന്നെ അപ്പൊ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ് കാറ്റഗറി ആയിട്ട് അതിൽ ഏതൊക്കെ ടൈപ്പ് പ്ലാസ്റ്റിക് എന്നുള്ളത് വരും. എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൊക്കെ കൊടുക്കാം. അതിലിപ്പോ 0.5 ആണെങ്കിൽ 0.5, 0.1 ആണെങ്കിൽ 0.1, അങ്ങനെ ഏതാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം. ഇനിയിപ്പോ ഇതൊന്നും ഇല്ലെങ്കിൽ അത് 0 കൊടുത്തു പോകാം, അല്ലെങ്കിൽ നമുക്ക് അത് സബ്മിറ്റ് ആവാൻ കഴിയില്ല. നമുക്ക് എല്ലാത്തിലും എല്ലാ സബ് കാറ്റഗറി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 0 കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ക്രിയേറ്റ് ആയി. ഇതിപ്പോ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ സെയിൽസിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുത്ത 1 രൂപ, പിന്നെ 0.5 കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 0.5 അതിൽ വരും. നമുക്ക് ഗ്ലാസ് വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് തന്നെ വീണ്ടും ബെയിൽഡ് കൊടുക്കണമെങ്കിൽ ബെയിൽഡ് കൊടുക്കുക. ഇനിയിപ്പോ അതിന് 2 രൂപയാണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ വീണ്ടും ഏതൊക്കെയാണോ സബ് കാറ്റഗറി നില വരും. അപ്പൊ ഇത് 1 രൂപ എന്നുള്ളത് കൊടുത്തു, ഒന്ന് കൊടുത്തപ്പോഴൊക്കെ 0 കൊടുക്കുക, ഇല്ലത് കൊടുക്കുക. ഏതാണോ സബ് കാറ്റഗറി ഇല്ലാതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, എത്ര, കാരണം അത് മാൻഡേറ്ററി ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, 0 കൊടുത്തുകൊണ്ട് ഫിനിഷ് ചെയ്യാം. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് തന്നെ ബെയിൽഡും അൺബെയിൽഡും നമ്മൾ ആ LSJ വണ്ടറിൽ ക്രിയേറ്റ് ചെയ്തു. കാരണം അവർ എത്ര രൂപക്കാണോ തരുന്നത് അതനുസരിച്ചുള്ള റേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ സെയിൽസ് നേരത്തെ കണ്ടതുപോലെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ എമൗണ്ട് അതിൽ വരും. ആ പെർ ഗ്രാം റേറ്റ് 1 ആണെങ്കിൽ 1 ഉള്ളത് വരും, മറ്റേ 0.5 അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ സബ് കാറ്റഗറിക്ക് ആയിട്ട് അങ്ങനെ വരും. അതും 1 ആണെങ്കിൽ അങ്ങനെ വരും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. ഓരോ LSJ വണ്ടറിലും നമ്മൾ എന്ത് ചെയ്യണം, അത് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. കാരണം ചിലപ്പോൾ നമുക്ക് പേയ്മെന്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മന്തിൽ എടുക്കണമായിരിക്കും, ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് വരെ കൊണ്ടുപോകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ സെയിൽസ് നടത്തുന്നതിന് മുന്നേ ഇതിൽ പേയ്മെന്റ് മാറ്റണം. ഇപ്പൊ ഗ്രാമിന് 1 രൂപ ലോട്സ് 2 രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് 2 രൂപ എന്ന് കൊടുക്കണം. ഇനി അതല്ല അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം. ഇനി കുറവാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. അത് നമ്മൾ സെയിൽസ് നടത്തുന്നതിന്റെ മുമ്പ് ഇതിൽ വന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാം. ഓരോ ഐറ്റം വിൽപ്പനക്കനുസരിച്ച് ഇതിപ്പോ 2 ആണെങ്കിൽ അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് കൊടുക്കാം. ഇപ്പൊ ഗ്രാം 2 ഒരു 5 കൊടുത്തു. സബ് കാറ്റഗറി ഫില്ല് ചെയ്യട്ടോ. അപ്പൊ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റേറ്റിൽ മാറ്റം വരും. അതായത് നമുക്ക് ഓരോ റേറ്റ് മാറുന്നതിനനുസരിച്ച് സെയില്, അതായത് സ്റ്റോക്ക് സെയില് അപ്ലിക്കേഷനിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ ഈ റേറ്റ് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏത് റേറ്റ് ആണോ നിലവിൽ അതിൽ കിടക്കുന്നത് അതനുസരിച്ചാണ് അതിൽ നമുക്ക് പേയ്മെന്റ് വരിക. 1 രൂപയാണെങ്കിൽ 1 രൂപക്ക് അനുസരിച്ചായിരിക്കും. 2 രൂപ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കെങ്കിലേ ഉള്ളൂ ആ ഗ്രാമിന് 2 രൂപക്ക് അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് വരിക. നമുക്ക് കൂടുതൽ ഇനി ആഡ് ചെയ്യണമെങ്കിൽ ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ഗ്ലാസ് വേസ്റ്റിന്റെ ഐറ്റം ആഡ് ചെയ്യണമെങ്കിൽ ഏതാണോ ഇതിൽ ഇപ്പൊ ഗ്ലാസ് വേസ്റ്റ് സ്ക്രാപ്പ് ആണെങ്കിൽ അത് എടുക്കുക, ബെയിൽഡ് ആണെങ്കിൽ അത് എടുക്കുക. ഗ്രാം 1 ആണെങ്കിൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സബ് കാറ്റഗറി ചോദിക്കും. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബെയിൽഡില് ഗ്ലാസ് സ്ക്രാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ, അതായത് ഏജൻസികളിൽ സെയിൽ ചെയ്യുമ്പോൾ അവർ പേയ്മെന്റ് അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരിക. അത് നമ്മൾ ഇവിടെ LSJ വണ്ടർ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഓക്കെ ആണോ?
വെണ്ടർ ക്രിയേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കൊരു വെണ്ടർ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഒരു കോഡ് കൊടുത്തു. ഇപ്പൊ മഞ്ചേരിന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മഞ്ചേരി ഇത് ക്യാമൽ ലെറ്ററിലാണ് വരിക. ഒരു ലെറ്റർ നമുക്ക് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കേണ്ടി വരും. LSJ വെണ്ടർ കൊടുത്തു. അതിൽ നമ്മൾ മലയാളം കൂടി കൊടുക്കണം. ഇത് ഇംഗ്ലീഷ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കൂടി വരും. അപ്പൊ അതിൽ മലയാളം കൂടി കൊടുക്കുക. പിന്നെ ഏതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ ടൈപ്പ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യുക. LSJ വെണ്ടർ ആണെങ്കിൽ LSJ വെണ്ടർ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് കൊടുക്കുക. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കൊടുക്കുക. ഏത് മുനിസിപ്പാലിറ്റിയിലാണ് ആ പേരിൽ LSJ വെണ്ടർ ഉള്ളതെങ്കിൽ, ഇപ്പൊ മഞ്ചേരി ആണെങ്കിൽ മഞ്ചേരി, ഇപ്പൊ മഞ്ചേരി LSJ വെണ്ടർ മഞ്ചേരി എന്നുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വെണ്ടർ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഓർഗനൈസേഷന്റെ ഇതിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. ഒരുപാട് നമുക്ക് സെലക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് എടുക്കാം. പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഓർഗനൈസേഷൻ ഫിൽട്ടർ ചെയ്തെടുത്താൽ നമുക്ക് അതിൽ കാണാൻ പറ്റും മഞ്ചേരി LSJ വെണ്ടർ. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അസൈൻ ഐറ്റംസ് എന്നുള്ള ഓപ്ഷൻ വരും. ഇതിൽ എന്ത് മാറ്റം വേണമെങ്കിലും നമുക്ക് വരുത്താം. ഓർഗനൈസേഷന്റെ നെയിം മാറ്റാം. ഈ കോഡ് ഓർഗനൈസേഷൻ കോഡ് മാറ്റാൻ പറ്റില്ല, നെയിം മാറ്റാം. പിന്നെ ഇതിൽ സെലക്ഷൻ ഒക്കെ മാറ്റി കൊടുക്കാം. ഇനി അസൈൻ ഐറ്റം കൊടുക്കുക. ഏത് ഐറ്റം ആണ് നമ്മൾ എടുക്കുന്നത്, ആഡ് ബട്ടൺ കൊടുക്കുക. ഐറ്റം എന്നില്ല, ക്ലോത്ത് വേസ്റ്റ് ആണെങ്കിൽ ക്ലോത്ത് വേസ്റ്റ് എന്ന് കൊടുക്കുക. ബെയിൽഡ് ആണെങ്കിൽ ബെയിൽഡ് കൊടുക്കുക. ഗ്രാമിന് ഇപ്പൊ 2 രൂപ ആണെങ്കിൽ 2 എന്ന് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ സബ് കാറ്റഗറി ആയിട്ട് ചോദിക്കും. 2 രൂപ എന്ന് കൊടുത്തു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു LSJ വെണ്ടറിന് ക്ലോത്ത് വേസ്റ്റ് എടുക്കാൻ വേണ്ടി റേറ്റ് പെർ ഗ്രാം, ഒരു ഗ്രാമിന് 2 രൂപ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എടുക്കാം. നമ്മൾ കിലോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റോക്ക് സെയിൽസിൽ കിലോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ 2 രൂപക്ക് എത്ര കിലോ കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ളത്, 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 രൂപ എന്നുള്ള രീതിയിൽ അവിടെ വരും. ഇനി അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. കാരണം ഓരോ ടൈമിലും മാറ്റം വരികയാണെങ്കിൽ, മാസം അനുസരിച്ച് മാറ്റം വരികയാണെങ്കിൽ നമ്മൾ ഇതിൽ റേറ്റ് മാറ്റി കൊടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് എത്ര രൂപക്കാണോ ആ LSJ വെണ്ടർ വേസ്റ്റ് കൊണ്ടുപോകുന്നത് അതനുസരിച്ചുള്ള പേയ്മെന്റ് ആപ്ലിക്കേഷനിൽ കാണിക്കാം. ഓക്കെയാണോ LSJ വെണ്ടർ ക്രിയേഷൻ? വളരെ സിമ്പിൾ ആണ്. ആകെ 2 പേജ് നമുക്ക് വരുന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ അതിൽ കൊടുത്താൽ മതി. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വേസ്റ്റിന്റെ റേറ്റ് മാറുന്നതിനനുസരിച്ച് അത് മാറ്റി കൊടുക്കണം. അത് മാറ്റുന്നതിന് ശേഷം മാത്രമുള്ള ആപ്ലിക്കേഷൻ ലെവൽ നമുക്ക് സെയിൽസ് കൊടുക്കാൻ കഴിയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. അത് MCF, RRF, LSJ വെണ്ടർ. വെണ്ടർ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വെണ്ടർ ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെബ് പോർട്ടലിൽ പോയിട്ടാണ് ഓർഗനൈസേഷൻ സെറ്റ് ബാറിൽ പോയി യൂസേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യാം. അതിൽ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേജ് ഓപ്പൺ ആകും. അതിൽ ഓർഗനൈസേഷൻ കോഡ് കൊടുക്കുക. വെണ്ടറിന്റെ പേര് എന്താണ്, ഇപ്പോൾ പഞ്ചായത്തിന്റെ പേര് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ പേര് വെച്ചിട്ട് കൊടുക്കുക. അത് ലാംഗ്വേജ് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കുക. പിന്നെ ഓർഗനൈസേഷൻ എന്നുള്ളത് ഏത് വെണ്ടറാന്നുള്ളത് ആ രീതിയിൽ കൊടുക്കുക. കാരണം ഏതാണ് LSJ വെണ്ടർ കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, ഡിസ്ട്രിക്ട് കൊടുക്കുക. ഏത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഗനൈസേഷനിലെ പേജിലോട്ടാണ് വരിക. ഈ അസോസിയേഷനിലെ പേജിലോട്ട് വരും. നമുക്ക് എന്ത് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാം. ഇനി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടണിൽ പോയിട്ട് സെർച്ച് ചെയ്തെടുക്കാം. സെർച്ച് ചെയ്തെടുത്തിട്ട് ആഡ് അസൈൻ ഐറ്റംസിൽ പോയിട്ട് ഏത് ഐറ്റംസ് ആണ് അവർ കൊണ്ടുപോകുന്നത് അത് കറക്റ്റ് കൊടുത്തിട്ട് അതിന്റെ സബ് കാറ്റഗറി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ കഴിഞ്ഞാൽ നമ്മൾ വെണ്ടർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ ലെവലിൽ സ്റ്റോക്ക് സെയിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എത്ര രൂപയാണോ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ആ വെണ്ടറിന്റെ ടോട്ടൽ പേയ്മെന്റ് വരും. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ടോട്ടൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും MCF, RRF ഒരേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 2 ഓപ്ഷൻ മാത്രമേ മാറ്റുള്ളൂ, സ്റ്റോക്ക് വെരിഫിക്കേഷനും സ്റ്റഡഡ് പ്ലാസ്റ്റിക്കും.
സ്റ്റോക്ക് വെരിഫിക്കേഷൻ ആണ് ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അംഗീകരിക്കുക എന്നുള്ള എഡിറ്റ് കൊടുക്കുവാണെങ്കിൽ കിലോ ഇത് നിങ്ങൾ അംഗീകരിക്കുക എന്ന് കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ MCF എന്ന് വന്നിട്ടുള്ള സ്റ്റോക്ക് RRFന്റെ സ്റ്റോക്കിലോട്ട് സേവ് ആകും. അത് മാത്രമല്ല നമുക്ക് സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ വരുന്നത് ഷഡഡ് പ്ലാസ്റ്റിക് പറഞ്ഞാൽ സെഗ്രിഗേഷൻ ചെയ്ത പ്ലാസ്റ്റിക്. ഒരു പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക് എത്ര അതിൽ സെഗ്രിഗേഷൻ ചെയ്ത സബ് കാറ്റഗറി എത്ര എന്നുള്ളത് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷഡഡ് പ്ലാസ്റ്റിക് എന്നുള്ളതിലേക്ക് മാറും. ഇത്ര കാര്യങ്ങളാണ് RRFൽ മാറ്റം വരുന്നത്. MCFൽ സ്റ്റോക്ക് സെഗ്രിഗേഷൻ, സ്റ്റോക്ക് സെയില്, അതുപോലെ സ്റ്റോക്ക് ട്രാൻസ്ഫർ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് പറഞ്ഞത് യൂസർ ക്രിയേഷൻ ആയിരുന്നു. യൂസർ ക്രിയേഷൻ പറഞ്ഞ മിനി MCF ചെയ്തതുപോലെ തന്നെ നമ്മൾ യൂസേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ യൂസേഴ്സ് സെലക്ട് ചെയ്യുക. ആഡ് ബട്ടൺ കൊടുത്തിട്ട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം കൊടുക്കുമ്പോൾ ഏതാണോ പഞ്ചായത്തിന്റെ കോഡ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെ കോഡ് അത് കൊടുക്കുക. അണ്ടർസ്കോർ കൊടുത്തിട്ട് എവിടെയാണ് MCF ലൊക്കേഷൻ എവിടെയാണോ ആ ലൊക്കേഷൻ വെച്ചിട്ട് യൂസർ നെയിം കൊടുക്കുക. പിന്നെ വരുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ജെൻഡർ കൊടുക്കുക. യൂസർ ടൈപ്പ് മൊബൈൽ ആയിരിക്കും, മൊബൈൽ എന്നുള്ളത് കൊടുക്കുക. പിന്നെ വരുന്നത് പാസ്വേഡ് ആണ്. 126 ആണ് സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കാറ്. ആ 126 കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോൺടാക്ട് ആണ്. ആരാണോ അത് ഉപയോഗിക്കുന്നത്, ആർക്കാണോ അതിന്റെ ചുമതല കൊടുത്തിട്ടുള്ള അവരെ ഡീറ്റെയിൽസ് കൊടുക്കുക. പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അഡ്രസ്സ് കൊടുക്കുന്ന നിർബന്ധമല്ല. പിന്നെ വരുന്ന അസൈൻ ഓർഗനൈസേഷൻ ആണ്. ഈ യൂസർ ഏത് MCFലോട്ടാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ MCF അസൈൻ ചെയ്ത് കൊടുക്കുക. ഡിഫോൾട്ട് ആയിട്ടും മതി MCF കൊടുക്കുക, അസൈൻ ചെയ്യുക. പിന്നെ റോള് സെലക്ട് ചെയ്തിട്ട് MCF യൂസർ എന്നുള്ള റോള് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി. ഇതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ആ യൂസറെ ലോഗിൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സാറേ പൊന്നാനി മുനിസിപ്പാലിറ്റി സാറേ പറയും. സാറേ വെണ്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളതില് റേറ്റ് കൊടുക്കുന്നത് ഗ്രാമിലാണ് പറഞ്ഞത്. അപ്പൊ സാധാരണ കിലോഗ്രാമിലാണ് വരുന്നത്. കിലോഗ്രാമില് ഓക്കെ ഓക്കെ സാർ, അത് ഞാൻ ചോദിക്കാം. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കിലോഗ്രാം ഉള്ളത് എങ്ങനെ ചെയ്യാന്നുള്ളത്. കാരണം ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ട്രെയിനിങ് വെബിലായതുകൊണ്ട് ഇനി ഒറിജിനൽ വെബിൽ മാറ്റം വന്നിട്ടുണ്ടാകും. അത് എന്നാലും ചോദിച്ചിട്ട് അറിയിക്കുക സാറേ അതിന് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. നമുക്ക് നിലവിൽ ഇപ്പോ ഗ്രാമിലാണ് അത് കാണിക്കുന്നത്, കിലോഗ്രാം അതിലില്ല. ഗ്രാമിലാണ് നമുക്ക് പേയ്മെന്റിന്റെ വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സാർ ഞാൻ സ്റ്റേറ്റ് ലോൺ ചോദിച്ചു നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുക വേറെ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഡൗട്ടുകൾ ഉണ്ടോ? കാനാളൂർ പഞ്ചായത്തിലാണ്. സാറേ പറയാം. പിന്നെ ഇപ്പൊ ഇത് കുറച്ച് സ്പീഡിലാണല്ലോ ഇത് പറഞ്ഞു പോയത്. അപ്പൊ കുറച്ച് സംശയങ്ങളൊക്കെ വീണ്ടും നോക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രസന്റേഷൻ ഒന്ന് മെയിലിൽ ഇട്ട് തരുമോ? നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരു ഉപകാരമാവുമല്ലോ. സംശയമൊക്കെ ഒന്ന് കുറച്ച് പറയാം. ഓക്കെ അയച്ചു തരാൻ പറയാം. ശരി ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ? ചോദിക്കട്ടോ, നിങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. സാറേ ഈ MCF യൂസർ ക്രിയേഷനുണ്ടല്ലേ, അതിന് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് ആ കൈകാര്യം ചെയ്യുന്ന വ്യക്തിന്റെ യൂസർ ക്രിയേഷൻ ചെയ്യേണ്ടി വരും? വേണ്ട വേണ്ട വേണ്ട, അത് ജസ്റ്റ് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയോ? അതെ, നമ്മളിപ്പോ അത് എന്തിനാന്ന് ചോദിച്ചാല് നമുക്ക് മാനേജ്മെന്റ് മൊഡ്യൂൾ ഉണ്ടല്ലോ. മാനേജ്മെന്റ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് MCF ആണ്. അപ്പൊ അതിൽ നമുക്ക് കാൾ സ്റ്റാറ്റസ് കൊടുക്കണമെങ്കിൽ, അതുപോലെ കാൾ സ്റ്റാറ്റസ് കൊടുക്കണമെങ്കിൽ അത് ആ ഫോൺ നമ്പർ നമുക്കത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ MCF പറഞ്ഞത് പോലെ തന്നെ കാൾ സ്റ്റാറ്റസ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ മൊബൈൽ നമ്പർ നിർബന്ധമാണ്. കോൺടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, ഡെസിഗ്നേഷൻ ചോദിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അതെ, ഞാൻ എന്റെ ആകെ മൊത്തമുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹരിത കർമ്മസേന അംഗങ്ങൾക്കും യൂസർ ക്രിയേറ്റ് ഹരിത കർമ്മസേനക്ക് നമ്മൾ ഓൾറെഡി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ, കഴിഞ്ഞ പഞ്ചായത്തുകളാണെങ്കിൽ യൂസർ ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി അവർക്ക് യൂസർ ക്രിയേറ്റഡ് ആണ്. ഇത് എന്ന് പറയുന്നത് നമ്മൾ MCFന് വേണ്ടിയിട്ടാണ് യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. MCFനാണ് യൂസർ ക്രിയേഷൻ. അതുകൊണ്ട് നമ്മൾ MCFന്റെ പേര് വെച്ച് കൊടുക്കുന്നത്. കാരണം അത് വേണമെങ്കിൽ അത് നമുക്ക് ആരും ഏൽപ്പിക്കാം. ഹരിത കർമ്മസേന സെക്രട്ടറി ആണ് MCF കൈകാര്യം ചെയ്യണമെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് ഈ യൂസർ നെയിം അവർക്ക് കൊടുത്താൽ മതി. ചെയ്താൽ മതി.
ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. നാഫി, ഒരു സംശയം. ആ നമുക്ക് മിനി MCF ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇനി MCF മാത്രം നമ്മൾ സ്റ്റോക്ക് എടുത്ത് ചെയ്തൂടെ? ചെയ്താൽ മതി. അപ്പൊ മിനി MCF കാണിക്കണ്ട, മറ്റേ MCF മാത്രം സ്റ്റോക്ക് എടുക്കും. MCF ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. MCF ഇല്ലാത്ത നമ്മള് അപ്പൊ ഈ സ്റ്റോക്കിന്റെ ഇൻടേക്ക് അവിടെ എടുത്താൽ മതി അല്ലെ? MCF എടുത്താൽ ആ സ്റ്റോക്ക് എന്തായാലും MCF വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്. അതെ, അപ്പൊ ആ സ്റ്റോക്ക് അവിടെ എടുത്താൽ മതി, സ്റ്റോക്കിന് അവിടെ കൊടുത്താൽ മതി. അത് ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മറ്റേ സ്റ്റോക്കിംഗ്, സെഗ്രിഗേഷൻ, സ്റ്റോക്ക് ട്രാൻസ്ഫർ, സെയിൽസ്, വെണ്ടർ ക്രിയേഷൻ, ഇതിലെന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? PPT ഷെയർ ചെയ്യാൻ പറയാം. നമ്മളെ യൂസർ ക്രിയേഷൻ ആപ്ലിക്കേഷൻ വർക്ക് ആവാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാന്നുള്ള വർക്കിംഗ് കാണിച്ചു തരായിരുന്നു. നമ്മൾ PPT വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ ഒരുപാട് പേജ് ഉണ്ട്, നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡൗട്ട് വരല് സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോട് വിളിച്ച് ചോദിക്കാം, ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചു പോവാം. ഓക്കെ, നമുക്ക് എത്രയാണ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ കൂടി ട്രെയിനിങ് കൊടുക്കാമായിരുന്നു.